showers of blessings we need. Mercy drops round us are falling, but for the showers we plead. There shall be showers of blessing, precious reviving again, over the hills and the valley, sound of abundance of rain, showers of blessing, showers of blessings we need. Mercy drops round us are falling, but for the showers we plead. Thank you. Sign out. Sorry, thought. ഞാൻ പറയാം. Success is not final. Failure is not fatal. It is the courage to continue that counts. വിജയം അന്തിമമല്ല, പരാജയം മാരകമല്ല, തുടരാനുള്ള ധൈര്യമാണ് പ്രധാനപ്പെട്ടത്. വിൻസൻ ചർച്ചിൽ. താങ്ക് യു. സൈനിൻ ഞാൻ തന്നെയാണ്. ഒരു കഥയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. കഥയുടെ പേര് വിത്തിടുന്ന കർഷകൻ. ഒരു ചെറിയ ഗ്രാമത്തിൽ രാമൻ എന്നൊരു കർഷകൻ ജീവിച്ചിരുന്നു. അദ്ദേഹം ദിവസവും തന്റെ വയലിൽ കഠിനാധ്വാനം ചെയ്ത് വിത്ത് വിതയ്ക്കും. അയാളുടെ അയൽക്കാരൻ കൃഷ്ണൻ വളരെ മടിയനായിരുന്നു. കൃഷ്ണൻ എല്ലായ്പ്പോഴും പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? പ്രകൃതിയിൽ കിട്ടുന്നതൊക്കെ മതിയല്ലേ ജീവിക്കാൻ? എന്നാൽ രാമൻ മറുപടി പറഞ്ഞു, ഇന്ന് വിതയ്ക്കുന്ന വിത്താണ് നാളെ വിളയായി മാറുന്നത്. പരിശ്രമമില്ലാതെ ജീവിതം മുന്നോട്ട് പോകില്ല. കാലാവസ്ഥ മോശമായപ്പോൾ ഗ്രാമത്തിൽ വലിയ ക്ഷാമം വന്നു. കൃഷ്ണന് ഒന്നും കിട്ടിയില്ല. എന്നാൽ രാമന്റെ വയലിൽ നല്ല വിള കിട്ടി. അതുകൊണ്ട് അയാൾ തന്റെ കുടുംബത്തെയും അയൽക്കാരെയും രക്ഷിച്ചു. ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഗുണപാഠം, പരിശ്രമം ചെയ്താൽ മാത്രമേ ജീവിതത്തിൽ നേട്ടം ലഭിക്കുകയുള്ളൂ. താങ്ക് യു. Very good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay, so sign in, prayer, thought എല്ലാം കഴിഞ്ഞു. ലുതിയ തന്നെ രണ്ടും പറഞ്ഞു തോട്ട്. മിസ് അന്ന് പറഞ്ഞിരുന്നല്ലോ, അതാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തത്. കാരണം മിസ് അന്ന് പറഞ്ഞു ബാച്ച് 8 ഉള്ളവർ ഇപ്പൊ ക്ലാസ് എടുക്കുക. ഞാൻ വെറുതെ ഇരിക്കണേയുള്ളൂ. നിങ്ങളെ ഉടനെ തന്നെ ഞാൻ ആ പണി ഏൽപ്പിക്കും. നമ്മളൊരു പ്രാക്ടിക്കൽ സെഷൻസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾ മോണ്ടെസോറി ഫെസിലിറ്റേറ്ററായി മാറിക്കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് ക്ലാസ് ലീഡ് ചെയ്യാം. അതല്ല ഇപ്പോഴേ ക്ലാസ് ലീഡ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ ഡു. ഓക്കെ, നോട്ട് കൺസിഡർ ഇറ്റ് ആസ് സെമിനാർ എന്നുള്ള രീതിയിൽ കാണരുത്. സെമിനാർ നമുക്ക് അല്ലാതെ ചെയ്യാം. അല്ലാതെ ഇപ്പൊ ക്ലാസ് എനിക്ക് ഒരു ദിവസം എടുക്കണം, ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. യു ക്യാൻ ലീഡ് ദ ക്ലാസ്. ഓക്കെ, ഫൈൻ. ഓക്കെ, ആൻഡ് ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടു ഓണം സെലിബ്രേഷന്റെ. ഇറ്റ് വാസ് വെരി നൈസ്. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമില് നിങ്ങൾക്കും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കാം കുറച്ചു പേർക്കെങ്കിലും. ഇങ്ങനെ ഒരു വിർച്വൽ പ്ലാറ്റ്ഫോമിൽ ഒരു ഓണം സെലിബ്രേഷൻ ഇനിയും വരുന്നുണ്ടല്ലോ നമുക്ക് ആഘോഷങ്ങൾ. ആഘോഷങ്ങൾ എന്ന് പറയുന്നത് കൂടിച്ചേരലുകൾ തന്നെയാണ്. അങ്ങനെയുള്ള ആ കൂടിച്ചേരലുകൾ അതൊരു വിർച്വൽ പ്ലാറ്റ്ഫോമിലാണെങ്കിലും ഇറ്റ്സ് ക്വൈറ്റ് ബ്യൂട്ടിഫുൾ. ആൻഡ് നമുക്ക് ഓരോ കൂടിച്ചേരലും മീൻസ് അത് ഉത്സവങ്ങളായാലും പെരുന്നാളായാലും ഫെസ്റ്റിവൽസ് ആണെങ്കിലും ശരി, എന്ത് തന്നെയാണെങ്കിലും ആഘോഷങ്ങൾ ഇങ്ങനെ ഒരു ഗ്യാതറിങ്, ഗെറ്റ് ടുഗദർ പോലെയാണ്. ഇപ്പൊ എല്ലാവരും സ്റ്റാറ്റസുകളൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാം എല്ലാവരും. അപ്പൊ അതിലൂടെ എല്ലാവരുടെ മനസ്സിലും നന്മയും തെളിമയും നിറയട്ടെ ഞാൻ ആഗ്രഹിക്കും. ഓക്കെ, ഇനി ഇതുപോലുള്ള കൂടിച്ചേരലുകളും ആഘോഷങ്ങളും നിങ്ങളുടെ ലൈഫിലും പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, സോ എല്ലാവരുടെയും ഓണമൊക്കെ നല്ല ഭംഗിയായി എന്ന് വിചാരിക്കണം. ഓക്കെ, ഫൈൻ. സോ വേർ വി നമ്മൾ എവിടെയായിരുന്നു? ഫസ്റ്റ് ഒരു ക്ലാസ് ഒക്കെ അവരും റിലേ പോയി, എന്റെ റിലേ പോയിരിക്കും. എവിടെ എടുത്തു എന്നൊരു ഓർമ്മയില്ല. ഓണാഘോഷത്തിന്റെ ഇടയിൽ പെട്ടുപോയി. യെസ്, പറഞ്ഞു എന്ത് ചോദിക്കാൻ വന്നല്ലോ?
മിസ് അതെ നമുക്ക് സെമിനാറിനെ കറക്റ്റ് ടോപ്പിക് മിസ് ആദ്യം ഹെൽത്തിനെ കുറിച്ചിട്ട് ഹെൽത്ത് അവയർനെസിനെ കുറിച്ചിട്ടാണ് ഒരു ടോപ്പിക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ സ്കൂളിലെ കണ്ടക്ട് ചെയ്തിട്ട് അതിന് റിപ്പോർട്ട് ചെയ്താണ് പറഞ്ഞിരുന്നത്. പിന്നെ മിസ് പറഞ്ഞു അംഗനവാടിയിൽ നമുക്ക് ഹെൽത്ത് ആൻഡ് ഹൈജീനെ കുറിച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്തിട്ട് എഴുതാന്ന് പറഞ്ഞു. അപ്പൊ മിസ് കറക്റ്റ് ഒരു ടോപ്പിക് ഞങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ 2 ടോപ്പിക് വന്നപ്പോഴേ അപ്പൊ മിസ് കറക്റ്റ് ഒരു ടോപ്പിക് പറഞ്ഞു തരുമോ സെമിനാർ ചെയ്യാൻ വേണ്ടിയിട്ട്? ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയായിരുന്നു. നമ്മളുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനെസ് ആണല്ലോ. സെക്കൻഡ് യൂണിറ്റ് ഇപ്പൊ ഏത് യൂണിറ്റ് ഞാൻ എടുക്കുന്നത്? ഹെൽത്ത് ആൻഡ് ഹൈജീൻ എടുക്കുന്നു. ഹെൽത്ത് ആൻഡ് ഹൈജീൻ വന്നപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ തുടങ്ങി. എങ്ങനെയായിരിക്കണം ഹൈജീൻ, എങ്ങനെ ഹെൽത്തി ആയിരിക്കാൻ എന്തെല്ലാം ചെയ്യണം. പിന്നെ നമ്മൾ ഒരു ചെറിയൊരു സർവേ പോലെ 10 പേരെ മീറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് ഡേറ്റാസ് കളക്ട് ചെയ്തിരുന്നു അല്ലെ. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കോൺഫിഡന്റ് ആകും ഒരു ക്ലാസ് എടുക്കാനായിട്ട് ഒരു ഗ്രൂപ്പിന്. നമുക്ക് ഏറ്റവും അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നിയറസ്റ്റ് അംഗൻവാടി ആയിരിക്കും അല്ലെ. കാരണം വെച്ചാൽ അവരെപ്പോഴും ആ അംഗൻവാടിയിൽ ഈ എന്താ പറയാ 2.5 വയസ്സ് തുടങ്ങി ഒരു LKG പോകുന്ന വരെയുള്ള കുട്ടികളായിരിക്കും മിക്കവാറും അംഗൻവാടിയിൽ ഉണ്ടാകുന്നത്. അവരുടെ അമ്മമാരുണ്ടായിരിക്കും. ചിലപ്പോൾ ഈ അമ്മമാര് തന്നെ അടുത്ത ബേബിയെ ക്യാരി ചെയ്യുന്നവരുണ്ടായിരിക്കും. അത് കൂടാതെ തന്നെ അവരുടെ സിബ്ലിങ്സ്, ചേച്ചിമാര്, ചേട്ടന്മാരൊക്കെ ഉണ്ടാവും, അഡോളസൻസ് ഏജിലുള്ളവര്. ഇവരെയൊക്കെ നമുക്ക് കിട്ടുവാണെങ്കിൽ പലപ്പോഴും ആ ഒരു ഏരിയയിൽ വരുന്ന അംഗൻവാടിയുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഏരിയയിലെ അഡോളസൻ ഗ്രൂപ്പിന് അംഗൻവാടി വഴി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പലപ്പോഴും ഈ ക്ലാസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ റിസോഴ്സ് പേഴ്സണെ ഇവർക്ക് കിട്ടാറില്ല. ഫണ്ട് ഒരു ഇഷ്യൂ ആണ്, റിസോഴ്സ് പേഴ്സന്റെ അവൈലബിലിറ്റിയും ഒരു ഇഷ്യൂ ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർക്കും അതൊരു ആശ്വാസമായിരിക്കും. നമുക്കത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, അവർക്ക് നല്ലൊരു റിസോഴ്സ് പേഴ്സണെ കിട്ടുകയും ചെയ്യും. കാരണം നമ്മൾ അത്രയും ആധികാരികമായി അനലൈസ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട് ക്ലാസ്സിൽ, പലരുടെയും എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഹെൽത്ത് റിലേറ്റഡ് ഏത് ടോപ്പിക് വേണമെങ്കിലും എടുക്കാം. അഡോൾസൻ ഗ്രൂപ്പ് ആകുമ്പോൾ ടോപ്പിക് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുക, അവരുടെ പേഴ്സണൽ ഹൈജീന് കുറെ കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. അഡോൾസൻ ഏജ് ആകുമ്പോൾ അവരുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ അതിനെ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. കൺഫ്യൂഷൻസ് ഒക്കെ ഇല്ലാതാക്കാൻ പറ്റും. ഏറ്റവും ബുദ്ധിമുട്ട് ആൺകുട്ടികളിലെ കൺഫ്യൂഷൻസ് നമുക്കൊന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. പെൺകുട്ടികൾ ഇറ്റ്സ് വെരി ഈസി, പക്ഷെ ആൺകുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഒരു കൺഫ്യൂഷൻ മാറ്റിയെടുക്കാൻ. അവർക്ക് എവിടെ നിന്നും അറിയുന്നില്ല. അവർ പലപ്പോഴും റോങ് സോഴ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അവരുടെ തന്നെ പീർ ഗ്രൂപ്പ്, ചില പീർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും അവർക്ക് കൊടുക്കുക. പിന്നെ ഇവര് അവരുടെ പ്രായത്തേക്കാൾ മുതിർന്ന ആൾക്കാരുമായിട്ട് ഭയങ്കര കമ്പനി വെക്കുന്നവരായിരിക്കും. അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ലതായിരിക്കണം എന്നില്ല, അപ്പൊ അവര് കൊടുക്കുന്നു. അതേസമയം നല്ലൊരു ഗ്രൂപ്പാണ്, നല്ലൊരു പീർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ആണെങ്കിൽ അവർ അത് പ്രോബ്ലം ഇല്ല. അല്ലെങ്കിൽ വീട്ടിൽ മുതിർന്ന ചേട്ടനോ അച്ഛനോ അതിന് റെഡി ആണെങ്കിൽ പ്രശ്നമില്ല. പലപ്പോഴും വീടുകളിൽ അങ്ങനെ ഒരു സപ്പോർട്ട് ആൺകുട്ടികൾക്ക് കിട്ടാറില്ല. അവർക്ക് ഇതിനെപ്പറ്റി അവരുടെ ശബ്ദം മാറുന്നത് എന്തുകൊണ്ടാണ്, അവരുടെ ബോഡിയിൽ ചില ചേഞ്ചസ് വരുന്നു, അത് എന്തുകൊണ്ടാണ്. പെൺകുട്ടികൾ പീരിയഡ്സ് എന്ന് പറയുമ്പോൾ അത് മന്ത്ലി അങ്ങനെ ഒരു ഇതുണ്ട്, അത് അമ്മയിൽ കണ്ടിട്ടുണ്ടാകും, ചേച്ചി ഉണ്ടെങ്കിൽ അവർക്ക് അറിയാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിൽ നേരത്തെ ആയിട്ടുള്ളവര് അങ്ങനെ അവർക്ക് അറിയാം ഇത് എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യുന്നത്. സ്കൂളുകളിലും അതിന് വേണ്ടുന്ന അവയർനെസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ബോയ്സിന് അവയർനെസ് കിട്ടുന്നത് വളരെ ചുരുക്കമായിട്ട്. നമുക്ക് അങ്ങനെയുള്ള ഏരിയയിലൊക്കെ നമുക്ക് ഇടപെടാം, നോ പ്രോബ്ലം, അതൊന്നും ഒരു പ്രശ്നമില്ല. ഈ നമ്മൾ വിചാരിക്കും ഞാൻ എങ്ങനെ ബോയ്സിനോടെന്ന് നമുക്കൊരു ചിന്ത വരും. പക്ഷേ നമ്മൾ അവരോട് സംസാരിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അവരുടെ ബ്ലോക്ക് എല്ലാം നീങ്ങും, അവർ ഭയങ്കര ക്ലിയർ ആവും. നമ്മൾ ആൺകുട്ടികളോട് ആദ്യം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ മെൻസ്ട്രേഷനെ കുറിച്ചാട്ടോ ആദ്യം അഡോളസൻ ഗ്രൂപ്പിനോട് സംസാരിക്കുന്നത്. പണ്ടൊക്കെ ഇപ്പൊ എന്റെയൊക്കെ പ്രായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ഒരു കാര്യം ബോയ്സിനോട് സംസാരിക്കാറില്ല. അവരറിയാതിരിക്കാൻ നോക്കും. വീട്ടില് ഈവൻ അച്ഛനും ബ്രദറും ഉണ്ടെങ്കിൽ അവരറിയാതിരിക്കാൻ നോക്കും. ആ രീതിയിലൊക്കെ ആയിരുന്നു അന്നത്തെ കാലഘട്ടത്തില്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഈ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോ പലപ്പോഴും ബോയ്സിനോട് സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും, അമ്മയും ചേച്ചിയും ഉണ്ടോന്ന്. എന്തായാലും വീട്ടിലൊരു ലേഡി എങ്കിലും മുതിർന്നത് ഉണ്ടാവുമല്ലോ. ഞാൻ പറയും ചില ദിവസങ്ങളിൽ അവർ വല്ലാതെ കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പൊ അവർ പറയും ഇതാണ് അതിന്റെ കാരണം, അവരുടെ പീരിയഡ്സ് ആണ് ആ സമയത്ത്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ നിങ്ങൾ എങ്ങനെയാ അവരെ സപ്പോർട്ട് ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ ചില ബോയ്സ് ചെയ്യാറുണ്ട്, വീട്ടിലെ പണികൾ അവർ ഏറ്റെടുക്കും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും. പക്ഷെ ചിലർക്ക് അത് അറിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ഞാൻ ആ ഒരു സമയത്ത് അവർക്കൊരു മറ്റേ പോട്ട് ബാഗില്ലേ,
ഹോട്ട് വാട്ടർ ബാഗ് നമ്മൾ അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അവർക്ക് കുടിക്കാൻ ചെറിയ ചൂടുവെള്ളം കൊടുക്കാം. വൈറ്റമിൻ സി വരുന്ന നാരങ്ങ വെള്ളം പോലുള്ള ജ്യൂസ് ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാം. ആ സമയത്ത് അവരുടെ മൂഡ് സ്വിങ്ങും കൂടുതലായിരിക്കും. അങ്ങനെയുള്ള അവയർനെസ് അവർക്ക് കൊടുക്കും. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഈ ഒരു മെൻസ്ട്രേഷനിലൂടെ സ്ത്രീകൾ കടന്നു പോകുമ്പോൾ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. ബോയ്സ് കുറെ അവർ പറയും ഞങ്ങൾക്ക് ഇത്രയും അറിയില്ലായിരുന്നു, ഇത്രയും ബുദ്ധിമുട്ടാണ് അവർ ആ സമയത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കണേ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നുള്ളത് അവർ പറയും. പക്ഷെ അവർക്ക് പിന്നെ ഫ്രീ ആയി, നമ്മളും അവരും തമ്മിൽ പിന്നെ തടസ്സങ്ങളൊന്നുമില്ല. അവർക്ക് ബ്ലോക്കിംഗ് എല്ലാം നീങ്ങും. അവരെല്ലാം ചോദിച്ച് മനസ്സിലാക്കും. അങ്ങനെ നമ്മളൊരു ആൺകുട്ടിയെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അവൻ എല്ലാ സ്ത്രീകളെയും റെസ്പെക്ട് ചെയ്യും. നാളെ അവന്റെ ലൈഫ് ആകുമ്പോൾ അവൻ പാർട്ട്ണറാക്കാൻ പോകുന്ന പെൺകുട്ടിയെ അവൻ അത്രയും കെയർ ചെയ്യും. അത്രയും ഒരു റെസ്പെക്ട് ആയിരിക്കും ആ കുട്ടിയോട് ഉണ്ടാകുന്നത്. ചെറുപ്പത്തിൽ അവർക്ക് കിട്ടുന്ന ഈ ഒരു അവയർനെസ്, അപ്പൊ നമുക്ക് ആ ഒരു കറക്റ്റ് ഏജ് ആണ്. നമ്മുടെ മുന്നിൽ 2.5 വയസ്സ് തുടങ്ങിയുള്ള കുഞ്ഞു കുട്ടികൾ ഉണ്ടാവും. അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട രീതി നിങ്ങൾക്കറിയാം. അവർക്ക് വിഷ്വൽ ഇമ്പാക്റ്റ് ആയിരിക്കും കൂടുതൽ. അവർക്ക് ആ രീതിയിൽ പ്രൊവൈഡ് ചെയ്യാം. അവരുടെ പാരന്റ്സ്, അമ്മമാരെ മിക്കവാറും കിട്ടുള്ളൂ. അവർക്കും ക്ലാസ്സസ് കൊടുക്കാം. കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള രീതിയിൽ ക്ലാസ്സസ് കൊടുക്കാം. സെക്കൻഡ് ബേബി എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മദർ ആണെങ്കിൽ ആ സമയത്ത് ഫസ്റ്റ് ബേബിക്കാണ് കൂടുതൽ കെയർ ശരിക്കും കിട്ടേണ്ടത്. സെക്കൻഡ് ബേബിക്ക് ഒന്നും അറിയണ പ്രായമല്ലല്ലോ. ഫസ്റ്റ് ബേബി 3 years കഴിയുമ്പോഴേക്കും അവൻ എല്ലാം അവന്റെ ഓർമ്മയിൽ ഉണ്ടാകും. ആ സമയത്ത് അവന് കിട്ടുന്ന ഒരു എന്ത് കിട്ടുന്നതും ഓർമ്മയിലുണ്ടാകും. അപ്പൊ ആ ബേബിക്ക് കൊടുക്കേണ്ട കെയർ, അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് ആ രീതിയിൽ നിങ്ങൾക്ക് അങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം ക്ലാസ് കൊടുക്കുമ്പോൾ. സോ കേട്ട് മനസ്സിലായത് ക്ലാസ് നമ്മൾ അങ്ങനെ ആ രീതിയിൽ നല്ല ഷെഡ്യൂൾ ചെയ്ത് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളെ അന്വേഷിച്ച ആൾക്കാർ വരും ക്ലാസ് എടുക്കാമോ എന്ന് ചോദിച്ചു. അതൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പൊ അതൊക്കെ അവനവന്റെ സ്റ്റൈല് ചൂസ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ടോപ്പിക് തരാതിരുന്നത്, ഇങ്ങനെ അംഗൻവാടികളിൽ പോകുമ്പോൾ കുഞ്ഞുങ്ങളിൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയണം. അവർ ആ ഭക്ഷണം അവർ കഴിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് അത് നമുക്ക് ലെക്ചർ ക്ലാസ് എടുക്കല്ലേ വേണ്ടത്. അതിന് നമുക്ക് അവരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലുള്ള വിഷ്വൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കണം നമ്മൾ കൊണ്ടുപോകേണ്ടത്. ചാർട്ട് പേപ്പറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലക്കാർഡ്സിലോ അങ്ങനെ ഷേപ്പ് ഒക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ നമുക്ക് കൊണ്ടുപോകാം. ചെറിയൊരു റോൾ പ്ലേ അവരിൽ വെച്ചിട്ട് തന്നെ ചെയ്യിക്കാം. അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യിക്കാനായിട്ട് പറ്റും. നഖം വെട്ടുന്നത് ചില കുട്ടികൾ സമ്മതിക്കില്ല, നഖം വെട്ടാനായിട്ട്. മുടി ചീകുന്നത്, കോംപ് ചെയ്യുന്നതും ചിലർ സമ്മതിക്കുകയില്ല. നല്ലപോലെ കെട്ടി വെക്കാൻ സമ്മതിക്കില്ല. പിന്നെ നന്നായി ബ്രഷ് ചെയ്യാനായിട്ട് ചില കുട്ടികൾ സമ്മതിക്കില്ല. അതുപോലെ തന്നെ കുളിക്കുന്നത്, ഡ്രസ്സ് നല്ല വൃത്തിയായിട്ട്, പിന്നെ ടോയ്ലറ്റ് ട്രെയിനിങ്, അതൊന്നും ചില കുട്ടികളൊന്ന് ഒട്ടും അവരതുമായിട്ട്. അപ്പൊ അവരെ അത് ഇൻട്രസ്റ്റ് ആക്കുന്ന രീതിയിൽ ആ ആക്ടിവിറ്റീസ് ചെയ്യിക്കാൻ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഇന്നോവേറ്റീവ് ഐഡിയ, ഓക്കെ, ക്രിയേറ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഫൈൻ. ഇനി എന്താ എന്തെങ്കിലും ഉണ്ടോ? മൊത്തത്തിൽ റിലേ പോയിരിക്കും. ഏത് ക്ലാസ്സിൽ എവിടം വരെ എടുത്തു എന്നൊന്നും എനിക്കൊരു ഓർമ്മയില്ല. മിസ്സേ, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ ക്ലാസ് റൂമിൽ ക്വസ്റ്റ്യൻ വന്നിട്ട് ചെയ്താൽ മതിയോ? മതി. പ്രിപ്പയർ ചെയ്ത് വെച്ചോളൂ. ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടേക്കാം കേട്ടോ. എന്നെ ആരൊക്കെയോ എന്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? മിസ്, ഫസ്റ്റ് എയ്ഡ് ബോക്സ് റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതില് സാധനങ്ങൾ ഞങ്ങള് എടുത്ത് വെക്കണോ അല്ലെങ്കിൽ ടൂൾസ് അതിന്റെ എഴുതിയാ മതിയോ എങ്ങനെയാന്നുള്ളത്? എന്നുവെച്ചാൽ ഇതില് നമ്മള് റെഡിയാക്കിയ സാധനങ്ങളുടെ ലിസ്റ്റ് ആണോ എഴുതേണ്ടത്? ഫസ്റ്റ് എയ്ഡ് ബോക്സ് നല്ല സെക്യൂർ ആയിട്ട് എല്ലാ മെറ്റീരിയൽസും അതിനകത്ത് വെക്കാൻ പറ്റുന്നതല്ലേ? അതെ. ഓക്കെ. മതി, ഇനഫ്. ഓക്കെ മിസ്. പ്രൊഡക്ട്സ് വേണോ? അതായത് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വേണോ? അത് വെക്കണോ? അങ്ങനെ വെക്കുക വേണ്ടത്? അത് ബോക്സ് അങ്ങനെ മതിയാവോ? എന്നിട്ട് നമ്മൾ നിങ്ങൾക്ക് വീട്ടിൽ ഓൾറെഡി ഉണ്ടോ? ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഇല്ല. സാധനങ്ങളൊക്കെ നമ്മള് അവിടെ ഉണ്ട്. അപ്പൊ അതെല്ലാം കൂടെ ആ ബോക്സിലാക്കി വെക്കൂ. പിന്നെ എല്ലാം ഒരു ഭാഗത്തിരിക്കുമല്ലോ. ഒരു പ്രശ്നം, ഒരു അത്യാവശ്യം വരുമ്പോ ഓടി നടക്കണ്ടല്ലോ. മിസ്, ഇപ്പൊ ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് തന്നെ അത് നമുക്ക് ഇപ്പൊ കുട്ടികൾക്ക് ഉപകാരപ്പെട്ടു. കാരണം അതുകൊണ്ട് ബെറ്റാഡിന്റെ പൊടിയൊക്കെ വാങ്ങിച്ചു വെച്ചു കുട്ടികൾക്ക്. ബാൻഡേജ് അവർക്ക് എപ്പോഴും ആവശ്യം വരും. അപ്പൊ അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തു.
ഇപ്പൊ എന്തായാലും അതൊരു ഒരു ബോക്സിൽ തന്നെ ഇരിക്കുമ്പോ നമുക്ക് ഓടി നടന്ന് അന്വേഷിക്കണ്ടല്ലോ പെട്ടെന്ന്. കാരണം ഈ പറയുന്ന ചെറിയ ചെറിയ ഇഞ്ചുറീസ് ഒക്കെ വരുന്നത് പെട്ടെന്നായിരിക്കും വരുന്നത്. നമ്മള് പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ കുട്ടികൾ കളിക്കുമ്പോ അപ്പൊ നമുക്ക് തന്നെ വീട്ടില് ചെയ്യാലോ. ഞാൻ എന്റെ നമ്പർ നിങ്ങൾക്ക് തന്നിട്ടില്ലേ? ഞാൻ എന്റെ ചാറ്റ് ബോക്സിൽ എന്റെ കോൺടാക്ട് നമ്പർ തരാം. ബട്ട് എന്നെ വിളിച്ചാൽ കിട്ടണമെന്നില്ല. എന്നുവെച്ചാൽ ഞാൻ ഫോൺ എടുക്കുക എന്നുള്ളത് ഇത്തിരി പണിയായിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക. ബട്ട് മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നെ റിമൈൻഡ് ഞാൻ എന്തൊക്കെ തരണം. വാട്സ്ആപ്പ് ഞാൻ എന്തെങ്കിലും തരാനുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നെ ഒന്ന് ഇന്ന് തന്നെ നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് ആരെങ്കിലും ഒരാൾ റിമൈൻഡ് ചെയ്യിക്കുക. കാരണം വെച്ചാൽ എല്ലാവരുടെയും കൂടെ മെസ്സേജ് വരണ്ടല്ലോ. ഏത് ബാച്ചാന്നും കൂടെ ഒന്ന് സ്പെസിഫൈ ചെയ്യുക, പേരും സ്പെസിഫൈ ചെയ്യുക. എനിക്ക് മിസ് ടോട്ടൽ ഇപ്പൊ 3 അസൈൻമെന്റ് തന്നിട്ടുണ്ട്. പിന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് ഉണ്ടാക്കാൻ തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അസൈൻമെന്റ് സെമിനാർ 2 തന്നിട്ടുണ്ട്. എനിക്കൊന്ന് മെസ്സേജ് ഇട്ട് വെച്ചേക്ക്. ഞാൻ ഫ്രീ ആകുമ്പോ ഞാൻ ഇരുന്ന് ഓരോ ബാച്ചിന് ഉണ്ടാവുമല്ലോ, മെസ്സേജ് നോക്കിയിട്ട് അതിനനുസരിച്ച് എനിക്ക് തരാനായിട്ട് പറ്റും. പിന്നെ ക്ലാസ്സിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത്. എന്നെ വിളിച്ചിട്ട് ഈ അസൈൻമെന്റ് ഇങ്ങനെ എഴുതിയാൽ മതിയോ അങ്ങനെയുള്ള ചോദ്യം ചോദിച്ചാൽ ഞാൻ റെസ്പോണ്ട് ചെയ്യില്ല. ഞാൻ ക്ലാസ്സിലെ അത് ഡീറ്റെയിൽ ആയിട്ട് പറയുള്ളൂ. കാരണം ഒരു ബാച്ചിൽ നിന്ന് ഒരാളാവില്ല. നമ്മളിങ്ങനെ പെർമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളാവില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ക്ലാസ് കഴിഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ കുറെ വർക്കുകളിൽ ഡൗട്ട് വന്നു. ആ ബാച്ചിനെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. കാരണം നമുക്ക് വേറെ പ്ലാറ്റ്ഫോം ഇല്ലല്ലോ. അപ്പോ പിന്നെ അതുപോലെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പൊ എനിക്ക് അയച്ചു തരേണ്ട ആവശ്യമില്ല. ചിലർ ഇങ്ങനെ ക്ലാസ്സിൽ കയറാത്തവർക്ക് അറിയില്ല എന്നോട് അയക്കേണ്ടതെന്ന്. അപ്പൊ ചില കുട്ടികൾ എനിക്ക് അയച്ചു തരും. ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. കുറേ ഇത് എന്താ പറയാ മെസ്സേജ് വരും. പിന്നെ പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ വെരി വെൽക്കം എന്ന് പറയാം. ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ളതാകുമ്പോൾ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളവർക്കും യൂസ്ഫുൾ ആയിരിക്കും. സോ പ്ലീസ് ഷെയർ മൈ നമ്പർ വിത്ത് ദ ബാച്ച്. മിസ് എനിക്കൊരു കാര്യം പറയാനുണ്ടേ. നമ്മുടെ മെയിൻ ഗ്രൂപ്പിലെ ഈ എല്ലാം കൂടിയിട്ട് ഒരു സ്റ്റുഡൻസ് ഒരു 101 പേരങ്ങടെ ഉണ്ട് നമുക്ക് ടോട്ടലി ഇപ്പം മെമ്പേഴ്സ്. അപ്പം നമ്മൾ ഈ പ്രസന്റേഷന് വേണ്ടിയിട്ട് എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൺഡേ ടു ഫ്രൈഡേ അങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഡിവൈഡ് ചെയ്ത് തന്നെ പ്രസന്റേഷന് വേണ്ടി മാത്രമാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് എന്റെ ഗ്രൂപ്പാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഓരോരുത്തരും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്തപ്പം കുറെ പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ് അവർക്ക്. അപ്പം നമ്മളിപ്പോ എന്താന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അവരുടെ അടുത്ത്, അവർ പറയാതിരിക്കുക, പിന്നെ കുറച്ച് പേര് റെസ്പോണ്ട് ചെയ്യുക. ഇതിപ്പോ എല്ലാ ഗ്രൂപ്പിലുള്ള ആർക്കും ഒരു ഇഷ്യൂ ആണ് കേട്ടോ. അപ്പൊ കുറെ പേര് കംപ്ലൈന്റ് അങ്ങനെ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ അവർ വേറൊന്നുമല്ല മിസ്, കുറച്ച് പേര് ആക്റ്റീവായിട്ട് പറയും നാളെ ഞാൻ ചെയ്തോളാം. അപ്പൊ ഒരു ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞാൽ 2 പേര് തന്നെയാണ് ഈ പ്രയറും ഇതും മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഗ്രൂപ്പിൽ ടോട്ടൽ 20 മെമ്പേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. അതിൽ 15 മെമ്പേഴ്സ് എല്ലാ ഗ്രൂപ്പിലും ഉണ്ട്. പക്ഷെ ഇതിൽ 1-2 പേരൊക്കെ അതിൽ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവരൊന്നും മുന്നോട്ട് വരുന്നില്ല. റെക്കോർഡ് ക്ലാസ് ഉള്ളവരെ ഒഴിച്ചിട്ടും ഉള്ളവര് അതില് ചെയ്യാത്തപ്പം ഈ ചെയ്തവര് തന്നെ ചെയ്യുമ്പോ അവർക്കൊരു മടുപ്പ്. എല്ലാരും ആക്റ്റീവായിട്ട് ചെയ്യുവാണെങ്കിൽ അവർക്കൊരു ഇത് കിട്ടുമല്ലോ ചെയ്യാനായിട്ട്. അടുത്ത റെക്കോർഡിംഗ് ക്ലാസ്സിലെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട് റെക്കോർഡിംഗ് ക്ലാസ് ആണെങ്കിൽ വേണ്ടെന്ന് വെച്ചാൽ അവർക്ക് മെയിൻ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ട്. ലൈവ് ക്ലാസ്സിലുള്ളവർ മാത്രമായിട്ട് നമ്മൾ അങ്ങനെ ഡിവൈഡ് ചെയ്യുക ചെയ്തിരിക്കുന്നത്. അപ്പം ഓരോ ഗ്രൂപ്പിലും ഒരു 18 മെമ്പേഴ്സ് അല്ലെങ്കിൽ 20 മെമ്പേഴ്സ് ഉണ്ട്. അപ്പം ഇവരിങ്ങനെ കുറെ പേര് കംപ്ലൈന്റ് പറയുന്നു, അവർ പറയുന്നില്ല, അവർ റിപ്ലൈ തരുന്നില്ല, നമ്മൾ മെസ്സേജ് കണ്ട് റിപ്ലൈ തരുന്നില്ല. നമ്മളത് മെയിനായിട്ട് മിസ് നമുക്ക് എല്ലാവരും ഒന്ന് ഇൻക്ലൂഡ് ആവാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇങ്ങനെ മോണ്ടിസോറി ടീച്ചർ ആകുമ്പോൾ എല്ലാവരും ഒരു പാർട്ടിസിപ്പേഷൻ വേണ്ടേ, നമുക്ക് അത് ആക്റ്റീവ് ആവണ്ടേ, അതിന് വേണ്ടി ചെയ്തതാണ്. പക്ഷെ നമുക്ക് ഒന്ന് പറയണം എല്ലാരോടും ഇതില് ആക്റ്റീവായിട്ട് ചെയ്യണം എന്ന്, മാറി നിൽക്കുന്നത്. പേഴ്സണലി ഒരു മെസ്സേജ് ഇട്ടാൽ പോലും അവരൊരു റിപ്ലൈ കൊടുക്കത്തില്ലെന്നാണ് അവർ പറയുന്നത്. അതായത് നമുക്കൊരു പേഴ്സണലി മെസ്സേജ് വരുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുമ്പോഴല്ലേ അത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ നമ്മൾ അടുത്ത ആളിനെ നോക്കും. ഇത് ഒരു റെസ്പോണ്ടും ചെയ്യില്ല മിസ്സേ. അങ്ങനെയാണ് അവരുടെ നമ്മുടെ എല്ലാവരുടെയും കാര്യം എനിക്ക് അറിയില്ല. നമ്മൾ ഓരോ ഗ്രൂപ്പിലായതുകൊണ്ട് അവിടുത്തെ രീതികളാണ് പറയുന്നത്. സ്ഥിരം കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. മിസ് അതെന്താന്ന് വെച്ചാലേ നമ്മളിപ്പം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞാൽ ഓക്കെ അവർക്ക് ഇങ്ങനത്തെ ഇഷ്യൂ ഉണ്ടല്ലേ. ഇപ്പൊ ചില ഗ്രൂപ്പുകളൊക്കെ 2 സെറ്റ് അവർ ക്രിയേറ്റ് ചെയ്യും. ഒരു സെറ്റുകാർക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അടുത്ത സെറ്റ് നമ്മളപ്പം പറയണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇതിപ്പോ നമ്മൾ ചോദിച്ച് ഒരാള് തന്നെ ചെയ്യേണ്ട അവസ്ഥയാണ് ഇത് 4. ചുരുക്കി പറഞ്ഞ അതാണ് അവസ്ഥ.
മിസ്സേ, അത് എല്ലാ ഗ്രൂപ്പിലും അവസ്ഥ ഇതൊക്കെ തന്നെ. ആരും നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ട് മെസ്സേജ് ഇട്ട് കഴിഞ്ഞിട്ട് ആരും ഒരു റിപ്ലൈ തരത്തില്ല. പിന്നെ കൊറേ കഴിഞ്ഞ് ആരെങ്കിലും ചിലര് പറയും, ചിലര് സ്വമേധയാ പറയുന്നുണ്ട് ഞാൻ ചെയ്തോളാം, നാളെ അടുത്ത ആഴ്ച ഞാൻ ചെയ്തോളാം, അങ്ങനെ പറയുന്നവരുണ്ട്. പക്ഷെ ഒന്നും പറയാത്തവരൊന്നും പറയില്ല, അങ്ങനെ ഇരിക്കും. അങ്ങനെയുള്ളവരുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ, എല്ലാ ഗ്രൂപ്പിലും ഉണ്ട്. എല്ലാ ബാച്ചിലും ഉണ്ട്. ഓപ്പർച്യൂണിറ്റീസ് ആർ ലൈക്ക് ഹെയിൽ സ്റ്റോൺസ്. അവസരങ്ങൾ ആലിപ്പഴം പോലെയാണ്, എപ്പോഴും കിട്ടില്ല. നിങ്ങൾക്ക് ചാൻസ് അല്ലേ ചെയ്യുന്നവർക്ക്, നിങ്ങൾ അതങ്ങ് ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ. അല്ലേ, ആരുമില്ല, അപ്പൊ പിന്നെ എനിക്ക് കിട്ടിയില്ലേ ചാൻസ്, അങ്ങ് കയറി അങ്ങ് എടുക്കുക. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ ടീമിനെ നമ്മൾ സ്ട്രോങ് ആക്കുക. അവരുടെ വീക്ക്നെസ് ആയിരിക്കും, ചിലപ്പോൾ വീക്ക്നെസ് കൊണ്ടായിരിക്കും മുന്നോട്ട് വരാത്തത്. സോ അവരുടെ വീക്ക്നെസ്സിനെ നമ്മൾ റിഡ്യൂസ് ചെയ്ത് അവരുടെ സ്ട്രെങ്ത് നമുക്ക് കൂട്ടുക. ചിലപ്പോൾ നല്ല പാടാൻ കഴിയുള്ളവരായിരിക്കും, അവർക്ക് വന്ന് അത് സ്റ്റാർട്ടിങ് ട്രബിൾ എന്നൊക്കെ പറയില്ലേ, ആ ഒരു പ്രശ്നമായിരിക്കും. സോ കേൾക്കുന്നുണ്ടാവും അവര് എല്ലാരും. നിങ്ങൾ യൂസ് ചെയ്യാം മാക്സിമം. നിങ്ങൾക്ക് ഇതുപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം വേറെ കിട്ടില്ല, ഞാൻ പറയാം. കാരണം ഇവിടെ നിങ്ങൾക്ക് അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ, ഏതൊരു മുന്നിൽ ഒരു പബ്ലിക് സ്പീക്കിംഗ് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കും. എല്ലാ ബാച്ചിലും ഇതാണ്, മുന്നോട്ട് വന്ന് സംസാരിക്കുക. ഈവൻ ഫേസ് ടു ഫേസ് നോക്കാൻ തന്നെ പേടി ഉണ്ടായിരുന്നവര് നല്ല പോലെ സംസാരിക്കാൻ തുടങ്ങി, പ്രസന്റ് ചെയ്യാൻ തുടങ്ങി. ഇത് നമ്മൾക്ക് കിട്ടുന്ന ഒരു അവസരങ്ങളാ, ഇത് പാഴാക്കി കളയരുത്. എത്രയോ പേർക്ക് ലൈവിന് വരാതെ അവര് റെക്കോർഡ് ക്ലാസ് കണ്ട് ഒരു ഒത്തിരി വിഷമം പറയുന്ന കുട്ടികളുണ്ട്, ഞങ്ങൾക്ക് ലൈവ് ക്ലാസ് ആണ് ഇഷ്ടം, പക്ഷെ പല കാരണങ്ങൾ കൊണ്ട്, ചിലപ്പോൾ ജോലി ഉണ്ടാകാം, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അവർക്ക് ആ ടൈമിൽ വന്നിരിക്കാൻ പറ്റാറില്ല, നേരെ വന്ന് കയറാൻ പറ്റുന്നില്ല ക്ലാസ്സിൽ. അവർക്കൊക്കെ എന്തോരം പൊട്ടൻഷ്യൽ ഉണ്ട്. നിങ്ങളുടെ ബാച്ചിലെ 3 പേര് നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും. അവരുടെ എനർജി കാണണം. ഓണ സെലിബ്രേഷൻ അവര് കളിച്ച ഡാൻസ് ശരിക്കും അവർക്ക് ലൈവ് ക്ലാസ്സിന് കയറാൻ പറ്റാറില്ല. അവര് പറഞ്ഞിരുന്നു മിസ്സേ, അവർക്കൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ അവർ ഇതുപോലെ എല്ലാത്തിനും പറയാൻ അവര് റെഡി ആയിരുന്നു. പക്ഷെ അവർക്കത് കിട്ടണില്ല. കിട്ടുമായിരുന്നെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ഇത് നമ്മൾ പറഞ്ഞു, തെറ്റാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞോ, തെറ്റിയാലും നമുക്ക് കുഴപ്പമില്ല, അങ്ങനെയാണ് പഠിക്കുന്നത്. അത് അങ്ങനെ. പക്ഷെ എന്താ പക്ഷെ നമുക്ക് അങ്ങനെ നിർബന്ധമില്ലല്ലോ, ക്യാമറ ഓൺ ആക്കി പറയണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ വോയിസ് മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ. നമുക്ക് കിട്ടിയൊരു ചാൻസ് ആണ്, അതാണേ. എന്നുവെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ചാൻസ് എനിക്ക് കിട്ടാനില്ല. സത്യം പറഞ്ഞാൽ എനിക്കും ഭയങ്കര എന്താ പറയാ, ഇങ്ങനെ ഫേസ് ടു ഫേസ് ഒക്കെ പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു എനിക്ക്. പേടി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു പ്ലാറ്റ്ഫോമില് നമ്മളെല്ലാവരും കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഓക്കെ ആയി. എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മുടെ ഫാമിലിയാണ്, എല്ലാവരും നമ്മുടെ ഫാമിലി പെട്ടവരല്ലേ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഇതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ നമുക്ക് കിട്ടുന്ന ചാൻസ് എല്ലാവരും പരമാവധി ഉപയോഗിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. അതാണ്, തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ആങ്കറിങ്ങിന് എവിടെയെങ്കിലും ചാൻസ് കിട്ടുന്നുണ്ടോ? ഇപ്പം ഓണം സെലിബ്രേഷൻ ഒക്കെ വയ്ക്കുമ്പോൾ ഒരാൾ ചിലപ്പോൾ ആങ്കർ ആയിട്ട് നിന്നിട്ടുണ്ടാകായിരിക്കും, ഓരോരുത്തരെ വിളിക്കാനും അങ്ങനെ. അതൊക്കെ ആ ചാൻസസ് ഒക്കെ യൂസ് ചെയ്യാം. ഇതിനകത്ത് ശരി തെറ്റെന്നുള്ളത് ഇല്ല. നമ്മൾ ഓരോന്നും ഓരോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൂകി തെളിയാന്നൊക്കെ പറയില്ലേ. നിങ്ങളിപ്പോ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ കുക്കിംഗ് ഒന്നും അറിയണ്ടാവില്ലായിരിക്കും, പക്ഷെ പിന്നെ നിങ്ങളൊരു എക്സ്പേർട്ട് കുക്കായിട്ട് മാറുക. നിങ്ങൾ വെക്കുന്ന ഭക്ഷണമായിരിക്കും ഹസ്ബൻഡിന് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം, മക്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നമ്മളങ്ങനെ കുകി തെളിയുവാണ് ശരിക്കും ചെയ്യുന്നത്. അപ്പൊ അത് അങ്ങനെ വരണം. കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങളാണ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ വളരെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ആ പേടി ഉണ്ടാവില്ല, നമ്മൾ ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും. ഞാൻ വളരെ ഇൻട്രോവേർട്ട് ആയിരുന്നു, ഉൾവലിഞ്ഞ മീൻസ് ഒരു ഐസൊലേറ്റഡ് ആയിട്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. മോണ്ടിസോറിയുടെ ഇത് പക്ഷെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ പക്ഷെ മുന്നിലേക്ക് വരില്ല, എനിക്ക് പറ്റാവുന്നത് ബാക്കിൽ നിന്നുകൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യും. ഞാൻ പഠിച്ച സ്കൂളിലൊക്കെ പോയി അതൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും ഞാൻ താല്പര്യപ്പെടാറില്ലായിരുന്നു. സോഷ്യൽ മീഡിയയിൽ കൊടുക്കാനൊന്നും അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി, എനിക്ക് കുറച്ചുകൂടി ചൈൽഡ് സൈക്കോളജി അല്ലെങ്കിൽ ഫിലോസഫി മനസ്സിലാക്കാൻ ഇതൊന്നും അറിഞ്ഞിരിക്കണമെന്ന് വെച്ചിട്ടാണ് യാദൃശ്ചികമായിട്ട് ഞാൻ ഈ മോണ്ടിസോറി മെത്തേഡിനെ കുറിച്ച് അറിയുന്നതും അങ്ങനെ ഞാൻ ജോയിൻ ചെയ്യുന്നത്. പക്ഷെ അവിടെ ആഴ്ചയിൽ ഒരു ദിവസമായിരുന്നു ക്ലാസ്, മോർണിംഗ് ടു ഈവനിങ്. സൺഡേ ബാച്ച് ആയിരുന്നു, ഞാൻ ഹോളിഡേ ബാച്ച് ആയിരുന്നു. സൺഡേസ് ആൻഡ് ഹോളിഡേസ് ആയിരുന്നു ഞങ്ങൾക്ക് ക്ലാസ്. പക്ഷെ ആ ഒരു ഫുൾ ഡേ ഞങ്ങളെ മാറ്റിയത് ഭയങ്കര വ്യത്യാസമായിരുന്നു അത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമുക്ക് പബ്ലിക് സ്പീക്കിങ്ങിനുള്ള അവസരങ്ങൾ കിട്ടി. പിന്നെ ആ ഒരു പേടി, ആ ഒരു നമുക്കൊരു ഇത് തോന്നില്ലേ, മുന്നിലേക്ക് വന്ന് സംസാരിക്കാൻ, അതൊക്കെ മാറി. പിന്നെ മന്ത്രിമാരുടെയും അതുപോലെ തന്നെ പോലീസിലെ ഭയങ്കര
ടോപ്പിലിരിക്കുന്നവരുടെയൊക്കെ ആ ഒരു സദസ്സിൽ സംസാരിക്കാനൊക്കെ ആയിട്ട് അവസരങ്ങൾ കിട്ടി. അവരുമായിട്ടൊരു പ്രോജക്റ്റിൽ കൈകോർക്കാനുള്ള അവസരമൊക്കെ കിട്ടിയതിന്റെ ഒരു പടി എന്ന് പറയുന്നത് മോണ്ടിസോറി മെത്തേഡ് തന്നെയാണ്. ഇതിൽ ഞാൻ ചേർന്നില്ലായിരുന്നു ഞാൻ ഒന്നിലേക്ക് മുന്നോട്ട് വരില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെ എനിക്കിപ്പോ ഈ ഒരു ഏജ് ആയപ്പോഴേക്കും ഞാൻ ഓർത്തു, ഇപ്പൊ നമ്മള് മറ്റുള്ളവരെ വളർത്താനും നമുക്ക് പറ്റൂട്ടോ. നമ്മൾ മാത്രം വളരുക എന്നുള്ളതല്ല, നമ്മുടെ ചുറ്റുമുള്ളവരെ വളർത്തുക. ഞാൻ ആദ്യം പറഞ്ഞു അവസരങ്ങൾ ആലിപ്പഴം പോലെയാണ് നിങ്ങൾ ഉപയോഗിച്ചോളുന്നു. പക്ഷെ അതല്ല, നമ്മുടെ ചുറ്റുമുള്ളവരെ വളർത്തുക വേണം. ഞാൻ അതൊന്ന് പറഞ്ഞത് അവരൊന്ന് കേൾക്കട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞത്, അവരെ ഹേർട്ട് ചെയ്യാനല്ല. അപ്പൊ ഒരു MSW കഴിഞ്ഞൊരു കുട്ടി, വളരെ യങ്ങാണ്, 26 ആയിട്ടില്ലാന്ന് തോന്നുന്നു കുട്ടിക്ക്. അവളിപ്പോ റിസൾട്ട് വെയിറ്റിംഗ് ആണ്. അപ്പം DGPക്ക് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത് 2 weeks ബാക്ക്. അപ്പൊ ഞാൻ എനിക്ക് പകരം ആ കുട്ടിയെ വിട്ടു. അവളായിരുന്നു അതിലെ താരം അന്ന്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മളുടെ ഒരു ലിമിറ്റേഷൻസ് നമുക്കറിയാം. വേറൊരാളെ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യുക. അവർക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക. അവര് ചെയ്യും. നല്ല പാടുന്നവരൊക്കെ ഉണ്ടാവും, ഡാൻസ് ഒക്കെ അറിയാവുന്നവരുണ്ടാവുമല്ലോ. പ്രോഗ്രാമിലൊന്നും അവർ പങ്കെടുത്തില്ല ഓണം? ഇല്ല മിസ്, കുറെ പേര് ഉണ്ടായിരുന്നു. കുറച്ച് പേര് ഇപ്പം റെക്കോർഡിംഗ് ക്ലാസ് വരാൻ പറ്റാത്ത സാഹചര്യം പറഞ്ഞപ്പം കുറെ പേര് അങ്ങനെ വരാൻ പറ്റിയിരുന്നില്ല. എന്നാലും മിക്ക ആൾക്കാരും ഉണ്ടായിരുന്നു. കുറെ പേര് ഇപ്പോഴും അങ്ങനെ വന്നിട്ടില്ല. എന്നാലും പക്ഷെ നമ്മുടെ ഗ്രൂപ്പ് ഭയങ്കര സഹായമുള്ള ഗ്രൂപ്പാണ് കേട്ടോ മിസ്സേ. അപ്പൊ എന്തെങ്കിലും ഒരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ റിപ്ലൈ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ആര് ചോദിച്ചാലും അതെ, അങ്ങനത്തെ ഒരു നല്ല, എനിക്ക് ഭയങ്കര ഒരു ഇതുള്ള ഗ്രൂപ്പാണ്. കാരണം എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. പക്ഷെ ഇത് നമുക്ക് ചിലർക്ക് ടെൻഷൻ ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇങ്ങനെ ക്ലാസ് ഇപ്പൊ എല്ലാവരും കേൾക്കുമല്ലോ, റെക്കോർഡിംഗ് ക്ലാസ് ഈ ക്ലാസ് കേൾക്കുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് മുന്നോട്ട് വരണം. അതൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് മിസ്സേ. അവര് വരും, സമയമുണ്ടല്ലോ. പക്ഷെ ഉപയോഗിക്കുക, അവസരങ്ങൾ ഉപയോഗിക്കുക, അത് കളയരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, വേറെ നമ്മൾ എവിടെയായിരുന്നു? ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ചാണ് മിസ്സേ പഠിച്ചുകൊണ്ടിരുന്നത്. യൂണിറ്റ് 2 അല്ലേ, ഹെൽത്ത് ആൻഡ് ഹൈജീൻ? അതെ അതെ, പേജ് നമ്പർ 4. Okay, so importance of health education. So ആ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞിരുന്നോ, ഹെൽത്ത് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നത്? മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. Yes, how to maintain a healthy lifestyle, how to prevent illness and injuries, and how to manage chronic conditions. Chronic conditions എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ, ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു ഫേസ് ഉണ്ടല്ലോ. അതായത് ഡയബറ്റിക് ആകുക, തൈറോയിഡ് ഇഷ്യൂസ്, പിന്നെ കൊളസ്ട്രോൾ അല്ലെങ്കിൽ പ്രഷർ, അങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ, അല്ലെങ്കിൽ കിഡ്നിക്ക് എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ വന്നു കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ജീവിതശൈലി മാറ്റി തന്നെ അതിന്റെ എഫക്റ്റ് നമുക്ക് കുറയ്ക്കാം. വെച്ചാൽ കൂടുതൽ ഡാമേജ് നമ്മുടെ ശരീരത്തിനാകാതെ നോക്കുക. ആണ് ക്രോണിക് ആയിരിക്കും ആ ഒരു കണ്ടീഷൻസ്. പിന്നെ നമ്മളിപ്പോ ഫസ്റ്റ് എയ്ഡിന്റെ കാര്യം പറഞ്ഞു. നമുക്കറിയാം, നമ്മളുടെ കുഞ്ഞിന് നമുക്കൊരു മുറിവ് വന്നാലോ, നമ്മളുടെ വീട്ടിൽ ആർക്കെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഒരു മുറിവ് വന്നാൽ അതെങ്ങനെ നമുക്ക് അത് ക്ലീൻ ചെയ്ത് അങ്ങനെ അവർക്ക് അത് കെട്ടിക്കൊടുക്കണം, എങ്ങനെ അത് ക്യൂർ ആക്കാൻ പറ്റുന്നുള്ളത് നമുക്കറിയാം. ആ ഒരു സ്കില്ലും നമുക്ക് പ്രൊവൈഡ് ചെയ്യും ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഇപ്പൊ CPR, എങ്ങനെ CPR ചെയ്യാം, പലയിടങ്ങളിലും അതിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഒരിടയ്ക്ക് ഫയർഫോഴ്സ് വന്നിട്ട് നമുക്ക് ഈ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് തീ ആളി പടർന്നാൽ എങ്ങനെയത് നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള കുറെ അവയർനെസ്, അങ്ങനെ പല രീതിയിലുള്ള അവയർനെസ് നമുക്ക് പലയിടത്തു നിന്നും കിട്ടുന്നുണ്ട് അല്ലെ. അതുപോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് ഇതുപോലെ തന്നെ പല അവയർനെസ്സും കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ കൂടുതൽ റിസോഴ്സ് ആവുകയാണ്, നമുക്ക് അതിനുള്ള അവയർനെസ് കിട്ടുന്നു, ആ ഒരു സ്കില്ല് നമുക്ക് കിട്ടുകയാണ്. എങ്ങനെ ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ഡിസിഷൻ എടുക്കണം പെട്ടെന്ന് തന്നെ. ഇപ്പൊ ഫസ്റ്റ് എയ്ഡ്, എന്റെ വീട്ടില് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എല്ലാം ഉണ്ട്, എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട്. മുറിവ് വന്നാൽ കൊടുക്കേണ്ട മെഡിസിൻസും
അതുപോലെ തന്നെ പൊള്ളലിന് വന്നാലും അല്ലെങ്കിൽ ഇപ്പം വായിൽ എന്തെങ്കിലും കുടുങ്ങും അങ്ങനെ എന്തൊക്കെ വന്നാലും അതിനുള്ള എല്ലാ എക്യുപ്മെന്റ്സും അതിലുണ്ട്. പക്ഷെ എനിക്ക് അതിനെപ്പറ്റി അവയർനെസ് ഇല്ല, എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള അവയർനെസ് ഇല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ സ്കിൽഫുൾ ആകുക, മോർ സ്കിൽഫുൾ ആകുക, മോർ റിസോഴ്സ് ആകുക, ആ ഒരു അവയർനെസ് അതാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ആ ഒരു ബുള്ളറ്റ് പോയിന്റ്സിന് മുമ്പ് വരെയുള്ള ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് ആർക്കെങ്കിലും വായിക്കാമോ? നിങ്ങൾ ക്ലാസ് ലീഡ് ചെയ്യാനായിട്ട് എടുത്താണോ ബുള്ളറ്റ് പോയിന്റ്സ് പറഞ്ഞോ? ഞാൻ ബുള്ളറ്റ് യെസ് പ്ലീസ് വായിച്ചോളൂ. 3 പോയിന്റ്സ്. Teaching, ma'am. Principles of health and hygiene is important as school days make the foundation of habits. The school authorities should guarantee that the school building gets fresh air and sunlight. Proper water supply should also be available for drinking as well as cleaning purposes. Appropriate exercise should be included in the school curriculum in between study hours, which will be helpful to make the students more powerful. The school should be able to provide the children with a pleasant atmosphere for their growth and development. വേറെ ആരോ കൂടെ റീഡ് ചെയ്യാൻ വന്നു, ഞാൻ ആരാന്ന് കണ്ടില്ല. ഇപ്പൊ പറഞ്ഞ 3 പോയിന്റ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ആരായിരുന്നു? അനു കണ്ടിരുന്നു, ആരാന്ന്? ഓക്കെ, ഞാൻ ചോദിക്കാൻ വന്നത് ക്ലാസ് ലീഡ് ചെയ്യാൻ താല്പര്യം പറഞ്ഞു. കുട്ടികളുടെ ഹാബിറ്റ്സിന്റെ ഒരു അടിത്തറ പാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽത്ത് ആൻഡ് ഹൈജീനിന്റെ ഇമ്പോർട്ടൻസ് സ്കൂൾ ഡേയ്സിൽ കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികളിൽ അതൊരു ഹെൽത്തി ഹാബിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ സ്കൂൾ അതോറിറ്റീസ് എല്ലാം ഫ്രഷ് എയറും സൺലൈറ്റും ഉള്ള ഒരു പ്രോപ്പർ ബിൽഡിംഗ് ആയിരിക്കണം. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം. അവർക്ക് കുട്ടികൾക്ക് കുടിക്കാനും പിന്നെ ക്ലീനിങ് കൈ കഴുകാനും പിന്നെ ടോയ്ലറ്റ് പർപ്പസസിനൊക്കെ അവർക്ക് നല്ല പ്രോപ്പർ ആയിട്ടുള്ള വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം. പിന്നെ സ്കൂളിൽ എപ്പോഴും ഒരു എക്സസൈസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്കൂൾ കരിക്കുലം ആയിരിക്കണം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അവർക്ക് കുട്ടികൾക്ക് കൂടുതലായിട്ടുള്ള ഒരു ആരോഗ്യം ഉണ്ടാകാനും പവർഫുൾ ആയിട്ട് ഇരിക്കാനും വേണ്ടിയിട്ട് അത് സഹായിക്കും. പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും സ്കൂൾ എപ്പോഴും ഒരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആയിരിക്കുവാണെങ്കിൽ കുട്ടികളുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ ഫൈൻ. സോ സ്കൂളിന് ഇതിന്റെ ഇമ്പോർട്ടൻസ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ്. ബിഫോർ കമ്മിങ് ടു ഹെൽത്ത് എഡ്യൂക്കേഷൻ, നമ്മള് ഒരു ബർത്ത് തുടങ്ങിയിട്ട് 3 years വരെ ഓർമ്മ സംഭവിച്ച കാര്യങ്ങളൊന്നും കുട്ടികൾക്ക് അങ്ങനെ ഓർമ്മയുണ്ടാവില്ല. ബട്ട് ആഫ്റ്റർ 3 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ, നമ്മളുടെ ചെറുപ്രായത്തിൽ സംഭവിച്ച വല്ലതും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. പക്ഷെ 3 വയസ്സിന് ശേഷമുള്ള പല കാര്യങ്ങളും, എന്റെ ആ സമയത്ത് ഞാൻ ബാലവാടിയിലും പോയിട്ടുണ്ട്, നഴ്സറിയിലും പോയിട്ടുണ്ട്. അംഗൻവാടിക്ക് വരെ ഞങ്ങളുടെ വീടിനടുത്ത് ബാലവാടി എന്ന് പറഞ്ഞേ നഴ്സറിയിലും പോയിട്ടുണ്ട്. പിന്നെ LKG UKG ആ രീതിയിലുള്ള നഴ്സറിയിലെ 2 വർഷം, ബാലവാടിയിൽ കുറച്ച് നാളെ ഉണ്ടായിരുന്നു. പിന്നെ നഴ്സറിയിൽ 2 വർഷം, അത് കഴിഞ്ഞപ്പോ നേരെ 1ാം ക്ലാസ്സിലേക്ക് ചേർക്കുമായിരുന്നു 5 വയസ്സാവാറായിട്ട്. അപ്പോ ആ ഒരു ടൈമിൽ പോയതും ഒക്കെ ഓർമ്മയുണ്ട്. ഈ ബാലവാടിയിലും നഴ്സറിയിലും ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ടോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ വുഡൻ ടോയ്സ് ആയിരുന്നു. അങ്ങനെ ആടുന്ന ഒരു ഡക്കില്ലേ, താറാവ്, കുതിര, ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ പ്രായത്തിൽ അതൊക്കെ ഉണ്ടായിരുന്നോ? ആ ഒരു ടോയ്സ് ഒക്കെ പിന്നെ പല ബ്ലോക്സ് ആയിരുന്നു. ഒരു പാവ കിട്ടും മിസ്, അതൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഇങ്ങനെ ഇത്രയും ഇതായിട്ടൊരു പാവ. അതെ അതെ അതെ, പ്ലാസ്റ്റിക്കിന്റെ ആണ്. പ്ലാസ്റ്റിക്കിന്റെ ആയിരുന്നു. പക്ഷെ അതൊരു നല്ലൊരു ഓർമ്മയാണ്. അതൊരു ഓർമ്മ. കുതിരയുടെ ഉണ്ടാവും. അതുമായി റിലേറ്റ് ചെയ്ത് ഭയങ്കര ഒരു ഓർമ്മ എന്റെ എനിക്കുണ്ട്. കാരണം വെച്ചാൽ ഞാനും എന്റെ അമ്മയും എന്റെ ആന്റിയും ചേച്ചിയും കൂടെ എവിടെയോ പോയിട്ട് ബസ് ഇറങ്ങുമ്പോ എന്റെ കയ്യിൽ ഈ പാവയുണ്ട്. ഈ പാവ നേരെ ബസ്സിന്റെ അടിയിലേക്ക് വീണുപോയി. അപ്പൊ ഫസ്റ്റ് ഇറങ്ങിയത് ഞാനാണ്. ഈ പാവ അതിന്റെ അടിയിലേക്ക് വീണുപോയി. അപ്പൊ എന്നെ സംബന്ധിച്ച് അത്രയും പ്രിയപ്പെട്ടതാണ് ആ പാവ. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞില്ലേ, ആ ഒരു നല്ല ഉരുണ്ട മുഖമുള്ളത്.
ഞാൻ ബസ്സിന്റെ അടിയിലേക്ക് ചെന്ന് ഈ പാവ എടുക്കുക. ഇവരിറങ്ങുമ്പോ എന്നെ കാണുന്നില്ല. അപ്പൊ ബസ്സിൽ നിന്ന് അത്രയും ആൾക്കാർ ഇറങ്ങാനുണ്ടായിരുന്നത് കൊണ്ട് നമുക്കും അറിയില്ലല്ലോ ബസ് നീങ്ങിയ ഞാൻ അതിന്റെ ഇടയിൽ പെടുന്നുള്ളതൊന്നും നമുക്കറിയില്ല. അത്ര ചെറിയ പ്രായമല്ലേ. ഞാൻ അതിന്റെ അടിയിൽ നിന്ന് ഈ പാവയും എടുത്ത് നൂണ്ട് ഇറങ്ങി. അപ്പൊ ഇവര് പേടിച്ചു പോയി. കാരണം ബസ് എടുത്തു കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ഓർമ്മ ഇപ്പോഴും വീട്ടിലത് പറയും. ഇത്രയും അപ്പൊ ആ ഒരു ഓർമ്മയൊക്കെ അതൊക്കെ മനസ്സിൽ ശരിക്കും കേട്ടോ. 3 വയസ്സിന് ശേഷം നമുക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് പറയും. ഓർമ്മയുണ്ടാവും, പല കാര്യങ്ങളും നല്ല ഓർമ്മയുണ്ടാവും. അപ്പൊ ഈ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രൂഷ്യൽ ടൈം. ശരിക്കും മറിയ മോണ്ടിസോറി പറയുന്നത് 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെയുള്ള ടൈം. ഈ ഒരു ടൈമിൽ ഇവർക്ക് ഹെൽത്തി ഹാബിറ്റ്സ്, ഗുഡ് ഹാബിറ്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് അവരുടെ ലൈഫിൽ ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന പോലെ ഉണ്ടാകും. ഈ 3 വയസ്സില്, അതായത് 1 വയസ്സാകുമ്പോഴേ കുട്ടികള് ഇൻഡിപെൻഡന്റ് ആവാനായിട്ട് വാശി തുടങ്ങും. ഞാൻ തന്നെ കഴിച്ചോളാം, ഞാൻ തന്നെ കുളിച്ചോളാം, ഞാൻ തന്നെ ഡ്രസ് ചെയ്തോളാം, ഞാൻ തന്നെ ഷൂ ഇട്ടോളാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാശി കാണിക്കും അല്ലെ. അപ്പോ 3 ഇയേഴ്സ് ആയിട്ടും നമ്മൾ കുട്ടിയെ ഇൻഡിപെൻഡന്റ് ആക്കിയില്ല എങ്കിൽ അവരുടെ ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്. ഇപ്പോ പറയുവാണെങ്കിൽ നമ്മളെല്ലാം പല സാഹചര്യങ്ങളിൽ വളർന്നു വന്നവരാണ് അല്ലെ. ചിലരുടെ വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, ഒന്നും സമ്മതിക്കില്ല. ഈവൻ ഇടുന്ന ഡ്രസ്സ് പോലും വേറൊരാളായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. ചില വീടുകളിൽ ചെറുതായിരുന്നപ്പോ അങ്ങനെ. പിന്നെ എവിടെയും പോകാൻ സമ്മതിക്കില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് വളർന്ന സാഹചര്യം ആയിരിക്കും. ചില ലേഡീസ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷമായത്. കാരണം എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യുന്ന ലൈഫ് പാർട്ട്ണറെ ആയിരിക്കും കിട്ടിയത്. ഇഷ്ടമുള്ള ഡ്രസ്സ് ചെയ്യാം, പഠിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഈ മോണ്ടിസോറി പല ബാച്ചിലും അങ്ങനെ വന്ന കുട്ടികളുണ്ട് കേട്ടോ. ഹസ്ബൻഡിന്റെ സപ്പോർട്ടോട് കൂടി പഠിച്ച കുട്ടികളുണ്ട്. അതുണ്ട്, അല്ലാതെ ഉണ്ട്. പക്ഷെ അവർ പറയണത് ഞങ്ങൾക്ക് കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ അനുഭവിച്ചതിനേക്കാൾ നല്ലൊരു ഫ്രീഡം ഞങ്ങൾക്ക് കിട്ടിയത് ആഫ്റ്റർ മാരേജ് ആണ്. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുക്കും, അങ്ങനെ പല കാര്യം. മൂക്ക് കുത്താൻ സമ്മതിച്ചു, വീട്ടിൽ അച്ഛൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഹസ്ബൻഡ് സമ്മതിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ. അപ്പൊ അവർക്ക് ഫ്രീഡം കിട്ടുന്നത് ആ ലൈഫിന്റെ ഒരു ഫേസ് എത്തിയപ്പോഴായിരിക്കും. ചിലർക്ക് നേരെ തിരിച്ചും ആകാൻ ചാൻസ് ഉണ്ട്. കല്യാണം കഴിയുന്നതോടുകൂടി എന്റെ എല്ലാ ഫ്രീഡം അവസാനിച്ചു എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇവരുടെ വിഭാഗവും ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ 3 to 6 ഇയേഴ്സ് ആ ഒരു ടൈമിൽ ഇവരുടെ ക്രൂഷ്യൽ ടൈമാണ്. ഇവരുടെ ഡെവലപ്മെന്റ് ഭയങ്കര ഫാസ്റ്റ് ആണ്. എല്ലാ ഏരിയയിലുള്ള ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ ആണ് ശരിക്കും അവരുടെ ഡെവലപ്മെന്റിന്റെ. എല്ലാ ലാംഗ്വേജ് ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഇന്റലിജൻസ് ആണെങ്കിലും അവരുടെ സോഷ്യൽ ഡെവലപ്മെന്റ്, എല്ലാ ഡെവലപ്മെന്റിന്റെ ഫൗണ്ടേഷൻ വരുന്ന മെയിൻ ഫൗണ്ടേഷൻ വരുന്ന ഒരു ഏജ് ആണ് 3 to 6 എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ ഇവരൊരു ആക്ടിവിറ്റി ചെയ്യുവാണെന്ന് വിചാരിച്ചു. അവര് ചെയ്തപ്പോ അതില് നിറയെ മിസ്റ്റേക്ക് വന്നു. നമ്മളിത് വാച്ച് ചെയ്യാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ മിസ്റ്റേക്ക് വന്നു. ഒരു അഡൾട്ട് ചെന്നിട്ട് നീ എന്താ ഈ കാണിക്കുന്നത്, ഈ ചെയ്തത് കംപ്ലീറ്റ് പൊട്ട തെറ്റാണ്, നിന്നെ കൊണ്ട് ഒന്നും പറ്റില്ല, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഞാൻ കാണിച്ചു തരാന്ന് പറയുമ്പോഴേ ആ കുട്ടിയുടെ കോൺഫിഡൻസ് ലെവല് താഴുക. സെൽഫ് എസ്റ്റീം, കോൺഫിഡൻസ് ലെവൽ താഴും. അപ്പൊ സെൽഫ് എന്നുള്ള നമ്മുടെ ഒരു സ്വത്താന്നൊക്കെ നമ്മൾ പറയില്ലേ, സെൽഫ് ഡെവലപ്പ് ചെയ്യുന്നത് അവിടെ അങ്ങ് തടസ്സപ്പെടും. പിന്നെ അവൻ ഒന്നിനും കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഈ ഒരു സമയത്ത് അവനെ ഇൻഡിപെൻഡന്റ് ആക്കിയിട്ട് അവൻ തെറ്റ് ചെയ്തോട്ടെ, അവൻ റിപ്പീറ്റ് ചെയ്യും. പലതവണ ചെയ്യുമ്പോഴേക്കും അവനത് ശരിയാകും. അവൻ സ്വയം സംസാരിക്കും. കുട്ടികൾ സ്വയം കുറേ സംസാരിക്കും. അവർക്ക് ഇമാജിനേഷൻ ഭയങ്കര കൂടുതലാണ്. നമ്മൾ അവരെ കറക്റ്റ് ചെയ്യുന്നതിന് പകരം അവര് സ്വയം ഇതിങ്ങനെ ചെയ്താലാണ് ശരിയാകുന്നത്, ഞാൻ നേരത്തെ ചെയ്ത തെറ്റാണ് അവര് സ്വയം പറയുമ്പോൾ അവർക്ക് ആ ഗിൽട്ടി ഫീല് വരില്ല. അതേസമയം നമ്മൾ പറയുമ്പോഴാണ് അവർക്ക് ഗിൽട്ടി ഫീല് വരുന്നത്. അപ്പൊ ആ സെൽഫ് ഡിസിപ്ലിൻ അവരിൽ തന്നെ ഉണ്ടായി വരിക. സെൽഫ് ഡിസിപ്ലിൻ അവരിൽ തന്നെ വരും. അങ്ങനെ ഇവര് ആ ഒരു ടൈമിൽ അങ്ങനെ ആ രീതിയിൽ ഇവരെ ഡെവലപ്പ് ചെയ്യുന്നു. ആ രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് നമ്മൾക്ക്, സറൗണ്ടിങ്സ് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുത്താൽ അവർ അഡോളസൻസിലേക്ക് എത്തുമ്പോൾ, അത് അവരുടെ അഡോളസൻസിലേക്ക് എത്തുമ്പോൾ അവരുടെ അക്കാദമിക്സിൽ അത് വളരെ ഗുണം ചെയ്യും. അവർ കാര്യങ്ങൾ തന്നെ ചെയ്യാനായിട്ട് തുടങ്ങും. സ്കൂളിൽ ഒരു സയൻസ് എക്സിബിഷൻ ഉണ്ടോ, അവന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവൻ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ മുഴുവൻ തന്നെ ചെയ്യും. അതേസമയം അവൻ വളരെ ഇന്റലിജന്റ് ആണ്, പക്ഷെ അവൻ ഒട്ടും ഇൻഡിപെൻഡന്റ് അല്ല. എല്ലാം അവന് വീട്ടിൽ ചെയ്തു കൊടുത്തിരുന്ന അമ്മ, അച്ഛൻ അല്ലെങ്കിൽ ചേട്ടൻ അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ അവന് ഐഡിയ ഉണ്ടെങ്കിലും അവൻ അത് ചെയ്യാൻ പറ്റാതെ വരും. എല്ലാം അവര് തന്നെ അവർക്ക് ചെയ്തു തരും.
എത്ര കാലം അങ്ങനെ ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കണം എന്ന് പറയുന്നത്. ബട്ട് അത് വിത്തിൻ ദ ലിമിറ്റ്സ് അല്ലെ, ആ ഒരു ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആയിരിക്കണം. ഒരു പട്ടം പോലെ, പട്ടത്തിന്റെ ധാരണ എന്താ, എനിക്ക് എത്ര ദൂരം വേണമെങ്കിലും പറക്കാലോ, പക്ഷെ താഴെ ഒരാൾ നിന്ന ത്രെഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്, ആള് തീരുമാനിക്കും എത്ര ഹൈറ്റിൽ പട്ടം പറക്കണം എന്നുള്ളത്. അപ്പം അതുപോലെ തന്നെ വേണം നമ്മൾ കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കണം. അവരുടെ ചുറ്റും ഒരു വട്ടം വരയ്ക്കുവാണെങ്കിൽ ആ വരയ്ക്കുന്ന ആ ഒരു സർക്കിളിന്റെ വലിപ്പം കൂട്ടണോ കുറയ്ക്കണോ എന്ന് സിറ്റുവേഷൻസിനനുസരിച്ച് നമ്മൾ ഡിസൈഡ് ചെയ്യണം. അല്ലാണ്ട് ചുമ്മാ ഇങ്ങനെ ആ ഫ്രീഡം എന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് തോന്നണം, യെസ് ഐ ക്യാൻ ഡു, എനിക്കിഷ്ടം, ഞാനത് ചെയ്യാം, എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ആ ഒരു അവർക്ക് ധാരണ അവർക്ക് ഫ്രീഡം കിട്ടി എന്നുള്ളത്. യെസ്, അവർക്ക് ഫ്രീഡം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ദാറ്റ് വിത്തിൻ ദ ലിമിറ്റ്സ്. മോണ്ടിസോറി എൻവയോൺമെന്റില് നമുക്ക് മാറ്റ് അറിയാലോ, യോഗ മാറ്റ് ഒക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. മാറ്റ്, അതുപോലെ തന്നെ നമ്മളുടെ ഡോർ സ്റ്റെപ്പിൽ നമ്മൾ ഇടുന്ന ചവിട്ടിയൊക്കെ ഇല്ലേ, അതുപോലെയുള്ള മാറ്റുകള് മോണ്ടിസോറി സ്കൂളുകളിൽ പല ഭാഗങ്ങളിലായിട്ട് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമുക്ക് മാറ്റ് ആയതുകൊണ്ട് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല, റോൾ ചെയ്തല്ലേ വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ മോണ്ടിസോറി സ്കൂളുകളിൽ ഒരു മെയിൻ ആക്ടിവിറ്റിയാണ് ഈ മാറ്റിന്റെ റോളിങ്ങും അൺറോളിങ്ങും. പല വലിപ്പത്തിലുള്ള മാറ്റ് ഉണ്ടായിരിക്കും. ഒരാൾക്ക് ഇരിക്കാൻ പറ്റുന്ന വലുപ്പമുള്ളത് ഉണ്ടാകും, അതല്ല നമ്മുടെ ഡോർ സ്റ്റെപ്പിൽ ഇടുന്ന ചെറിയ റെക്ടാങ്കിൾ ഷേപ്പിലുള്ള മാറ്റ് ഉണ്ടാകും. അങ്ങനെ ആ രീതിയിൽ പല വലുപ്പത്തിലുള്ള മാറ്റ് ഉണ്ടാവും. കുട്ടികൾ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ തുടങ്ങുമ്പോൾ അവർക്ക് ഫ്രീഡം ഓഫ് ചോയ്സ് ആട്ടോ, ഏത് മെറ്റീരിയൽ വേണമെങ്കിലും എടുത്തുകൊണ്ട് വന്ന് അവർക്ക് തന്നെ ചെയ്യാം. കുട്ടികൾ ഈ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ഇവര് ആദ്യം പോയി എടുക്കുന്നത് ഈ മാറ്റാണ്. അവർക്ക് കൊടുത്തിരിക്കുന്ന ഡെമോ അങ്ങനെയാണ്, നിങ്ങൾ മാറ്റിൽ വെച്ച് ചെയ്യണം. അതിന് പല കാരണങ്ങളുണ്ട്. ഒരു ഫസ്റ്റ് ഒരു റീസൺ ആയിട്ട് പറയുന്നത്, പല മോണ്ടിസോറി മെറ്റീരിയൽസും ഉരുണ്ട ഷേപ്പിലുള്ളതായിരിക്കും. സാധാരണ ഒരു ഫ്ലോറിലോ അല്ലെങ്കിൽ ഒരു ടേബിളിന്റെ പുറത്തോ വെച്ച് കഴിഞ്ഞാൽ ഇത് ഉരുണ്ടു പോകും. അതേസമയം ഒരു റഗ് ഇതുപോലുള്ള ഒരു മാറ്റിന്റെ മുകളിൽ വെക്കുമ്പോൾ അത് ഉരുണ്ടു പോവില്ല. അത് ഒരു കാരണം. പിന്നെ ഈ മാറ്റ് കുട്ടി ആ മാറ്റ് അൺറോൾ ചെയ്യും. പലപ്പോഴും 3 ഫിംഗേഴ്സ് വെച്ചിട്ടായിരിക്കും ഇങ്ങനെ അൺറോൾ ചെയ്യുന്നത്. ചുരുട്ടി വെച്ചിരിക്കണേ നിവർത്തണമല്ലോ. അപ്പൊ അവരുടെ ഈ മസിൽസ് നല്ല പോലെ ഡെവലപ്പ് ചെയ്യും. അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസിന്റെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ കുഞ്ഞു കൈയല്ല, ചിലപ്പോ 2 വിരലോ ചിലപ്പോ 3 വിരലോ ചിലപ്പോൾ മുഴുവൻ വിരലും അവർ യൂസ് ചെയ്യും. എന്നാലും നമ്മളുടെ ഉദ്ദേശം അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഏത് ആക്ടിവിറ്റി ചെയ്യുമ്പോഴും ഡെവലപ്പ് ചെയ്യണം. മാറ്റ് വിരിച്ചു, അതിനുശേഷം അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ എടുത്തുകൊണ്ട് വന്ന് ഈ മാറ്റിൽ വെക്കും. നമ്മൾ പറഞ്ഞു റോൾ ചെയ്ത് ഉരുണ്ട് പോകാം, അതുകൊണ്ട് അത് സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് വെക്കാനും കൂടിയാണ്. അത് മാത്രല്ല, ആ ഏരിയ വിട്ടപ്പോ കുട്ടികൾ വേറെ എങ്ങോട്ടെങ്കിലും പോവോ? നമ്മളൊരു നിങ്ങൾ ആ സാധനങ്ങൾ അതിൽ തന്നെ വെച്ചിട്ട് ചെയ്യണം എന്നൊരു ഡെമോ നമുക്ക് ഒരേ സോഫ്റ്റ് ആയിട്ട് അവരോട് കൊടുക്കുമ്പോൾ അവർ പിന്നെ അവിടെ നിന്ന് എണീറ്റ് പോവില്ല. അപ്പൊ എന്തുണ്ടാകും? തൊട്ടടുത്തിരിക്കുന്ന കുട്ടിക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല, സറൗണ്ടിങ്സിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. കുട്ടികളെല്ലാരും പീസ്ഫുൾ ആയിട്ട് ഹാപ്പി ആയി ഹാർമോണിയസ് ആയി അവർക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റി അവർ ചെയ്യും. ഇതാണ് ആ ഒരു മാറ്റിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഞാൻ അതൊക്കെ നമുക്ക് പാർട്ട് 3-ലുള്ളതാണ്, നമ്മുടെ മോഡ്യൂളുകളുടെ പാർട്ട് 3-ൽ വരുത്താം. പക്ഷെ കണക്ട് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ മോണ്ടിസോറി മെത്തേഡിനെ പറ്റി ഒരു ഐഡിയ കിട്ടും. പിന്നെ ഓൾറെഡി ഇപ്പൊ പറഞ്ഞല്ലോ, ക്ലാസ്സിൽ കുറെ പേര് മുന്നോട്ട് വരുന്നില്ല, തെറ്റോ എന്നുള്ള പേര്. നമുക്ക് ഇവിടെ ശരി തെറ്റെന്നുള്ളതില്ല. തെറ്റിയാലും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ തന്നെ കറക്റ്റ് ചെയ്യണം. ഈവൻ റീഡ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ പറയും ക്ലാസ്സിൽ, എന്റെ പ്രൊനൗൺസിയേഷൻ ശരിയാവണമെന്നില്ല, എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഈ പേരുകളുടെ പ്രൊനൗൺസിയേഷൻ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അത് ശരിയാവണമെന്നില്ല. നമ്മളിവിടെ ആരെയും ജഡ്ജ് ചെയ്യാനിരിക്കണില്ല. അയാള് പറഞ്ഞത് ശരിയായില്ല എന്നുള്ള ജഡ്ജ് ചെയ്യാനിരിക്കുന്നില്ല. നമ്മളിത് കേൾക്കും. ഒരു വേർഡ് മിസ്റ്റേക്ക് ആയിട്ട് പറഞ്ഞു എന്ന് വിചാരിച്ചു, അത് ശരിയായ രീതി അതല്ല എന്ന് വിചാരിച്ചു, നമ്മളവിടെ ആരും കറക്റ്റ് ചെയ്യില്ല. പക്ഷെ വേറൊരാൾ വായിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് അത് വായിക്കാൻ അറിയുന്ന ആള് പിന്നെ ഏതെങ്കിലും ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ അന്ന് വായിച്ച ആൾക്ക് പെട്ടെന്ന് പിടികിട്ടും, ഓ ഇങ്ങനെയാണ് ഇത് പറയേണ്ടിയിരുന്നത്. അപ്പൊ തന്നെ കറക്റ്റ് ചെയ്തു, അതങ്ങനെ തന്നെ കറക്റ്റ് ചെയ്ത് വരും. അങ്ങനെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ആ ഒരു റീഡിങ് എല്ലാവരിലേക്കും വരുമ്പോൾ അത്
വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരാൾ തന്നെ വായിക്കാതെ എല്ലാരും വായിക്കാനായിട്ട് മുന്നോട്ട് വരുന്നത്. ചിലപ്പോ മീനിങ് ഒട്ടും എനിക്കറിയില്ല, ആ ഒരു ധൈര്യം കാണിച്ചു വരുന്നവരുണ്ട് കേട്ടോ. എന്റെ ഇംഗ്ലീഷ് എനിക്ക് ഒട്ടും അറിയില്ല, പക്ഷെ എനിക്ക് വായിക്കണം, അവിടെയാണ് കാര്യം. പക്ഷെ എനിക്ക് ചെയ്യണം, ഐ ഹാവ് ടു, ഐ വിൽ ഡു എന്ന് പറഞ്ഞു വരുന്ന ആ മനസ്സാട്ടോ, അതാണ് ശരിക്കും വേണ്ടത്. അല്ലാതെ അയ്യോ മറ്റുള്ളവർ കേട്ടെന്നാണ് അങ്ങനെ ഒട്ടും വിചാരിക്കേണ്ട. കാരണം ഈ ഒരു ഗ്രൂപ്പ് ഒരു വൺനെസ് എന്നുള്ളൊരു ഫീല് നമുക്ക് വരില്ലേ, ഒരു വി ഫീൽ, ഞങ്ങൾ എല്ലാവരും ഒന്ന് എന്നുള്ളൊരു ഫീല് വരുമ്പോഴേക്കും നമുക്ക് അങ്ങനെ ആ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആരെങ്കിലും റീഡ് ചെയ്യുമ്പോൾ ഞാൻ കറക്റ്റ് ചെയ്യാൻ തരില്ല, ഞാൻ കറക്റ്റ് ചെയ്യില്ല. റിപ്പീറ്റഡ്ലി വായിച്ചു വരുമ്പോൾ നമ്മൾ തന്നെ നമുക്കത് കറക്റ്റ് ചെയ്ത് കിട്ടും. കുഞ്ഞുങ്ങളിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മുടെ ക്ലാസ്. അതുകൊണ്ട് അങ്ങനത്തെ വിഷമം വിചാരിച്ച് വായിക്കാൻ മുന്നോട്ട് വരാതിരിക്കരുത്. എല്ലാവരും വന്ന് റീഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ പല ബാച്ചുകളിലും ഇംഗ്ലീഷ് മീനിങ് അറിഞ്ഞിട്ടില്ല, വളരെ ഫ്ലുവന്റ് ആയി വായിക്കുന്നവരുണ്ട്. എന്താ പറയാ, കല്യാണം കഴിച്ചത് കാരണം പഠനം, അതായത് SLC കംപ്ലീറ്റ് ആകാത്തൊരു കുട്ടി ഉണ്ടായിരുന്നു ഒരു ബാച്ചിലർ ഡിപ്ലോമ. അത് തുല്യതാ പരീക്ഷ എഴുതി 10th പാസ്സായി, തുല്യതാ പരീക്ഷ എഴുതി +2 പാസ്സായി. മോണ്ടിസോറിയിൽ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ അക്ഷരം കൂട്ടി വായിക്കാൻ വളരെ സ്ട്രഗിൾ ചെയ്തിരുന്നു. പക്ഷെ ഭയങ്കര വിൽ പവർ ആയിരുന്നു, എനിക്ക് വായിക്കണം. അപ്പൊ ബാക്കിയുള്ള എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യും. അപ്പം അത്ര 100-120 പേരുള്ള ബാച്ചായിരുന്നു. നൈറ്റിലായിരുന്നു അന്ന് ക്ലാസ്. അപ്പൊ ഓൾമോസ്റ്റ് ഒരു 95% കുട്ടികളും ക്ലാസ് അറ്റൻഡ് ചെയ്യും. ഒന്ന് ആലോചിക്കുക, അത്ര വലിയ ഒരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നു ആ ഒരു ടൈമില്. അപ്പം എന്നെ വായിക്കും, ബാക്കിയുള്ളവർ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യും, മാറിക്കൊടുക്കും വായിക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 6 months കഴിഞ്ഞപ്പോഴേക്കും നല്ല ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് വായിക്കാൻ തുടങ്ങി, നല്ല ഭംഗിയായിട്ട് വായിക്കാൻ തുടങ്ങി. മീനിങ് അറിയില്ല, പക്ഷെ നല്ല പോലെ ഇംഗ്ലീഷ് വായിക്കും. കോൺവെക്കേഷൻ സമയത്ത് അമ്മയും 4 മക്കളുണ്ട്. മൂത്ത കുട്ടി എഞ്ചിനീയറിംഗ് മറ്റു പഠിക്കുക. അതിലെ 3 മക്കളും പിന്നെ ബ്രദറും, 2 ബ്രദർ എന്തുകൊണ്ട്, ബ്രദറാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്. ബ്രദറും വന്നിരുന്നു. അവരെന്നോട് പറഞ്ഞു ഇംഗ്ലീഷ് കൂട്ടി വായിക്കാത്ത ആളായിരുന്നു, പക്ഷെ ഇപ്പോൾ നല്ലതായിട്ട്. മക്കൾക്ക് എന്തൊരു സന്തോഷം എന്നറിയോ, അമ്മയെ കുറിച്ച് അവർക്ക് ഭയങ്കര പ്രൗഡ് ഫീൽ ആയിരുന്നു. പറഞ്ഞു നല്ലപോലെ വായിക്കുന്നുണ്ട്. ആൾക്ക് അതിനുള്ള പവർ ഉണ്ട്, ആ ഒരു പൊട്ടൻഷ്യൽ. അല്ലാണ്ട് ഇവിടെ എന്റെ കഴിവൊന്നും അല്ല, ശരിക്കും ആളുടെ പവർ ആള് മനസ്സിലാക്കി, അതിനൊരു പ്ലാറ്റ്ഫോം, അത്രേ ഉള്ളൂ. സോ എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മളിവിടെ ഒബ്സർവർ, അത്രേ ഉള്ളൂ. ഞങ്ങളുടെ ജോലി അത്രേ ഉള്ളൂ. ഞങ്ങളുടെ സൈറ്റിൽ ഇങ്ങനെ മാറിയിരിക്കും, നിങ്ങളാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. സോ മാക്സിമം യൂസ് ചെയ്യുക, ശരിക്കും ഉപയോഗിക്കും. ഓക്കെ, നമ്മള് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞത്. അതിന്റെ ഒപ്പം തന്നെ എനിക്ക് ആ ഒരു 3 to 6 yearsലെ കുട്ടികളുടെ ഡെവലപ്മെന്റിന് തടസ്സം വരുന്ന ഒന്നും ഉണ്ടാകരുത്. അത് സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമ്മൾ ആ ഒരു സറൗണ്ടിങ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് അവരുടെ ഡെവലപ്മെന്റ് നല്ല രീതിയിൽ, നല്ല ദിശയിൽ പോവുള്ളൂ. ഓക്കെ, പിന്നെ ഈ ഡെവലപ്മെന്റ്, ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും 2 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒന്ന് ഹെറിഡിറ്റി, രണ്ടാമത്തത് വളരുന്ന സാഹചര്യം. ആദ്യം പറഞ്ഞതിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ജനറ്റിക് ആയിട്ടുള്ള കാര്യം. ഹെറിഡിറ്റി അതായത് മദർ സൈഡിൽ നിന്നും ഫാദർ സൈഡിൽ നിന്നും കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ, അല്ലെ? അതായത് അമ്മ സൈഡിൽ നിന്ന് ഒരു 23 ക്രോമസോം വരും, അച്ഛൻ സൈഡിൽ നിന്ന് ഒരു 23 ക്രോമസോം വരും. രണ്ടും കൂടെ ചേർന്ന് 46 ക്രോമസോം ആയിരിക്കും ആ ഒരു കുട്ടിയിൽ വരും. അത് അമ്മയുടെ സ്വഭാവങ്ങൾ ഡയറക്റ്റ്, അമ്മയുടെ രീതികൾ ഡയറക്റ്റ് കിട്ടണമെന്നില്ല. അമ്മ ഫാമിലിയിലെ ആരുടെയെങ്കിലും കിട്ടും, ചിലപ്പോ 2 തലമുറ മുന്നിലുള്ളതൊക്കെ വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അച്ഛന്റെ കാര്യത്തില്. അതുകൊണ്ട് ആ ഒരു ഏരിയയിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ കുട്ടി വളരുന്ന സാഹചര്യം നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് പറ്റും. വീട്, സ്കൂള്, ഈ 2 കാര്യങ്ങളാണ്. മൂന്നാമത്തെ ഒരു എൻവയോൺമെന്റിന്റെ ഫേസ് എന്ന് പറയുന്നത് സൊസൈറ്റിയാണ്. പക്ഷെ ആദ്യത്തെ 2 കാര്യങ്ങളിൽ, അത് ജനിച്ചപ്പോ തുടങ്ങി അല്ലെങ്കിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ വോമ്പിലായിരിക്കുന്ന സമയം തുടങ്ങി കുട്ടി ഡെവലപ്പ് ആവുകയാണ്, അല്ലെ? പല രീതിയിലുള്ള ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. അപ്പോൾ തുടങ്ങി ആ ഒരു സമയത്ത് പറയുന്ന അമ്മയ്ക്ക് നല്ല സന്തോഷമുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണം, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അത് ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ അത് മാറ്റിക്കൊണ്ടെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ എല്ലാവരും ഒരു സീരീസ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, 1000 Babies, മലയാളം സീരീസ് കണ്ടിട്ടുണ്ടോ? കുറെ നാളായി.
സ്പോയിലർ ഒന്നും ആകുന്നില്ല. ഈ 1000 ബേബീസിൽ 1000 ബേബീസും അവരുടെ ബയോളജിക്കൽ പാരന്റ്സിന്റെ കൂടെയല്ല ജീവിക്കുന്നത്. അവിടെ നിന്നും മാറി വേറൊരു സാഹചര്യങ്ങളിലാണ് ജീവിക്കുന്നത്. പക്ഷെ അതിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും, ഇവരുടെ ബയോളജിക്കൽ പാരന്റ് സൈഡിൽ നിന്ന് ഇവർക്ക് കിട്ടിയ ആ ഒരു സ്വഭാവ സവിശേഷതകൾ, പേഴ്സണൽ ട്രൈറ്റ്സ്, അത് നല്ല സാഹചര്യത്തിൽ ജീവിക്കുമ്പോഴും അവർ പുറത്ത് കാണിക്കുന്നുണ്ട്. അവരെ നർച്ചർ ചെയ്യുന്ന സ്ഥലം നല്ലതായിട്ടും നല്ലൊരു എൻവയോൺമെന്റ് ആയിട്ടും അവരവരുടെ ബയോളജിക്കൽ പാരന്റ്സിന്റെ രീതികൾ കാണിക്കും. അതുപോലെ തന്നെ മോശം സാഹചര്യത്തിൽ വളരുന്ന കുട്ടികളും ബയോളജിക്കൽ പാരന്റ്സിന്റെ നന്മകളും അങ്ങനെയും കാണിക്കുന്നത് ആ ഒരു സീരീസിൽ. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതൊരു ഫാക്ടർ തന്നെയാണ്. ഓക്കെ, സ്കൂളില് നമ്മൾ പറഞ്ഞു കുട്ടികൾക്ക് പഠിക്കാനുണ്ടാവും, പക്ഷെ അതിന്റെ കൂടെ തന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസസ് അവർക്ക് വേണം. PT പീരീഡ് ഉണ്ട് അല്ലെ? 10th കുട്ടികൾക്ക് ഇപ്പൊ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ 10th ഇല്ലായിരുന്നു, 9th വരെയായിരുന്നു PT പീരീഡ് ഉണ്ടായിരുന്നത്. ഇപ്പൊ 10th കുട്ടികൾക്ക് ഉണ്ടോന്ന് ഞാൻ ഓർക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അത് പലതും, പല കോ കരിക്കുലർ ആക്ടിവിറ്റീസ് കുട്ടികളുടെ പഠനത്തിനൊപ്പം വേണമെന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് റൂളും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് കുട്ടികളെ കൂടുതൽ പവർഫുൾ ആക്കുക, അല്ലെങ്കിൽ അവരെപ്പോഴും കൂടി ക്ലാസ് റൂമിൽ തന്നെ ഇരിക്കുന്ന പോലെ ആയി പോകൂലേ? പിള്ളേരുടെ സ്കൂളില് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഫ്രൈഡേ മാത്രം ഒരു ദിവസം കൊടുക്കുന്നുണ്ട്. അന്ന് ഇതേപോലെ ചെസ്, രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് ചെസ് കളിക്കാൻ. അവർ പോവും, ഇതേപോലെ മത്സരിച്ച് സമ്മാനമൊക്കെ ആയിട്ട് വരാറുണ്ട്, മെഡലൊക്കെ ആയിട്ട്. രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. മൂത്താളാണ് കൂടുതലും പോയിന്റ്സ് കൂടുതൽ വാങ്ങിക്കുക. അങ്ങനെ അവർക്ക് അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്. ഫുട്ബോള് സ്കൂളുകളിൽ അത് വേണം എന്ന് തന്നെ അത് അവരുടെ ഇതിൽ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. അവരുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും വളരെ അത്യാവശ്യം തന്നെയാണ് അത്. ഗ്രോത്ത്, വളർച്ചയും, ശരീരത്തിന്റെ വളർച്ചയും മാനസിക വികാസം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു പ്ലസന്റ് അറ്റ്മോസ്ഫിയറും ആയിരിക്കണം സ്കൂള്. ചില കുട്ടികളെ പെട്ടെന്ന് സ്കൂള് മാറ്റുമ്പോൾ അവർ ഭയങ്കര ഡൗൺ ആയി പോവാറുണ്ട്. അത് അവരുടെ പഠനത്തെയൊക്കെ ബാധിക്കാറുണ്ടല്ലേ? അവർ അത്രയും നാള് പഠിച്ചു വന്ന സ്കൂള്, അവർക്ക് അത്രയും ഇഷ്ടപ്പെട്ട സ്കൂളാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് അവരെ പിന്നെ അതൊരു ട്രോമ പോലെ തന്നെ ആയിരിക്കും. ഇനി ഹെൽത്ത് എഡ്യൂക്കേഷന്റെ എയിംസും വാല്യൂസും ആണ് നെക്സ്റ്റ് പറയുന്നത്. അത് കുറച്ചധികം പോയിന്റ്സ് ആയിട്ട് പറയുന്നുണ്ട്. നേരത്തെ അനു വായിച്ചപ്പോ ആരോ വായിക്കാനായിട്ട് വന്നു. ഫസ്റ്റ് പോയിന്റ് ഒന്ന് വായിക്കാമോ? ഞാൻ ആരാന്ന് കണ്ടില്ല, ഞാനിത് ഷെയർ ചെയ്യുന്നതിന്റെ ഇതിൽ അത് കണ്ടില്ല. ആരായിരുന്നു? മാം ഞാനായിരുന്നു. പേരെന്ന് പറയാമോ? നീതു. നീതു. വിഷ്ണു എന്നാ കണ്ടത്, അതുകൊണ്ടാ പേര് വെച്ചേ. ഓക്കെ, നീതു വായിച്ചു. Teaching principles of health and hygiene is important as school days make the foundation of habits. The school authorities should guarantee. Okay. അനു ഈ ബുള്ളറ്റ് പോയിന്റ്സ് എല്ലാം വായിച്ചിരുന്നു. എയിംസ് ആണ്. സോറി, ഞാൻ ഇടയിൽ ലെഫ്റ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു, നെറ്റ് പ്രോബ്ലം കൊണ്ട്. ഓക്കെ ഓക്കെ, ഫസ്റ്റ് പോയിന്റ് വായിച്ചോളൂ. Aims and values of health education. The following are the main aims and objects of health education in schools. First, to provide information about health and hygiene. It aims at introducing the pupils and their teachers with the functioning of the body, the rules of health and hygiene, and the preventive measures for warding off disease. It is to be noticed of the pupils how bad habits, unhygiene ways of living, addiction to smoking and liquor and such unhealthy practices results in wrong consequence. Betterment of human relationships, particularly from the standpoint of health. ഫസ്റ്റ് പോയിന്റ് മാത്രം മതി മാം? അപ്പോ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ എയിംസ് അതുപോലെ തന്നെ വാല്യൂസ്, അതാണ് നമ്മൾ പറയുന്നത്. മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ, കൂടുതൽ പലതും ഉണ്ട്. ഇൻഫർമേഷൻ അബൌട്ട് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഹെൽത്ത് ആൻഡ് ഹൈജീനിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക, ഫസ്റ്റ് ഒരു എയിം വാല്യൂ ആയിട്ട് പറയുന്നത്. ഹെൽത്ത് ആൻഡ് ഹൈജീനിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ കുട്ടികൾക്ക് മാത്രമല്ല ടീച്ചേഴ്സിനും വേണം അല്ലെ? ടീച്ചേഴ്സിന് അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ടീച്ചർക്ക് ഒരു കുട്ടിയെ കാണുമ്പോൾ ആ കുട്ടിയുടെ ഹെൽത്തിൽ അല്ലെങ്കിൽ ഹൈജീനിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ടീച്ചർക്ക് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും.
അതിന് വേണ്ടുന്ന പലപ്പോഴും അസുഖങ്ങൾ, ചില കുട്ടികൾക്ക് എപ്പോഴും അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ പാരന്റ്സിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും അല്ലെ, എന്താ കുട്ടിക്ക് ഇങ്ങനെ അസുഖം വരുന്നത്, നമ്മൾ പാരന്റ്സുമായിട്ടൊന്ന് കണക്ട് ചെയ്യും, ഒന്ന് ഡിസ്കസ് ചെയ്യും. എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ കുട്ടി എന്തെങ്കിലും അലർജി ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പാരന്റ്സുമായിട്ട് ഡിസ്കസ് ചെയ്യും അല്ലെ. വൺസ് ഇൻ എ വൈലൊക്കെ ആബ്സെന്റ് ആകുന്ന ഒരു ഫ്ലൂ, ഒരു പനിയൊക്കെ വന്ന് ദാറ്റ്സ് ഓക്കെ. പക്ഷെ എപ്പോഴും കുട്ടി ഇങ്ങനെ അസുഖങ്ങൾ എന്ന് പറഞ്ഞ രീതിയിൽ, അതായത് ഒരു അഡോളസൻസ് ഒക്കെ എത്തുമ്പോഴാണ് ഇമ്മ്യൂണിറ്റി നല്ലപോലെ ബൂസ്റ്റപ്പ് ആവുള്ളൂ. അതുവരെ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരും. അസുഖങ്ങളെ ഇല്ലാതാക്കാൻ പ്രിവെന്റീവ് മെഷേഴ്സ് ഫോർ വാർഡിങ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇല്ലാതാക്കുക, പ്രിവെന്റ് ചെയ്യുക. ആ ഒരു അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യാനുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് എല്ലാം എടുക്കാനായിട്ട് ഒരു ടീച്ചർ നല്ലപോലെ മനസ്സിലാക്കണം. അതുപോലെ തന്നെ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കാനും പറ്റും, കുട്ടികളും മനസ്സിലാക്കണം. കുട്ടികൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബാഡ് ഹാബിറ്റ്സ് ഉണ്ടോ, അൺഹൈജീൻ ആയിട്ടുള്ള ജീവിത രീതി, വേ ഓഫ് ലൈഫ് ആണോ ഉള്ളതെന്നൊക്കെ ടീച്ചർ നോട്ടീസ് ചെയ്യണം, അത് കറക്റ്റ് ചെയ്യാൻ വേണം. പിന്നെ ഇതിപ്പോ ചെറിയ കുട്ടികളുടെ കാര്യം തന്നെ, ഇപ്പൊ കുട്ടികൾ സ്മോക്കിംഗ് ചെയ്യുന്നതായിട്ട് ഭയങ്കര കൂടുതലായിട്ട് കാണുന്നുണ്ട്. സ്മോക്കിംഗ് ഒന്നും, അതുപോലെ തന്നെ ലിക്കർ യൂസ് ചെയ്യും, അതുപോലെയുള്ള അൺഹെൽത്തി പ്രാക്ടീസസ്, അതിന്റെ കോൺസിക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടുതലാണ്. കാരണം അത് അവരുടെ ഹെൽത്തിനെ ബാധിക്കും. അത് കൂടാതെ ഒരു സൊസൈറ്റിയിലാണ് അവർ ജീവിക്കുന്നത്, ആ സൊസൈറ്റിയിലും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും. നമുക്കറിയാം, സ്മോക്ക് ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഹെൽത്ത് മാത്രമല്ല ബാധിക്കുന്നത്, ചുറ്റുപാടുമുള്ള, പാസീവ് സ്മോക്കിംഗ് എന്നൊരു കാര്യമില്ലേ, ചുറ്റുപാടുമുള്ള ആളുകളുടെ ഹെൽത്തിനെ കൂടി അത് അഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ലിക്കേഴ്സ് യൂസ് ചെയ്യുന്നത്, അത് അവനവന്റെ ഹെൽത്തിനെയാണ് ബാധിക്കുന്നതെങ്കിലും മറ്റുള്ളവർക്ക് മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കാനും കാരണമാകുന്നു. അപ്പോൾ ഹെൽത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവില് ഹ്യൂമൻ റിലേഷൻ, പലപ്പോഴും ഇങ്ങനെയുള്ള ബാഡ് ഹാബിറ്റ്സ് ഉള്ളപ്പോൾ അവർക്ക് നല്ല റിലേഷൻഷിപ്പും ഉണ്ടാകില്ല, നല്ലൊരു ബന്ധം ആരും അവരുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കില്ല. ഭയങ്കരമായിട്ട് സ്മോക്ക് ചെയ്യുന്ന ഒരാളെ നമ്മൾ അകറ്റി നിർത്താനേ നോക്കുള്ളൂ, ഡ്രിങ്ക്സ് യൂസ് ചെയ്യുന്ന ഒരാളെ നമ്മൾ അകറ്റി നിർത്താനേ യൂസ് ചെയ്യുള്ളൂ, നമ്മൾ ഒട്ടും കംഫർട്ടബിൾ ആയിരിക്കില്ല ആ വ്യക്തിയായിട്ട്. അപ്പോൾ ഹ്യൂമൻ റിലേഷൻഷിപ്പിന്റെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ട്, ഹെൽത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മള് കുറെ സപ്പോർട്ട് ചെയ്യും, എന്തെല്ലാം കാര്യങ്ങൾ എടുക്കുന്നത്. ഞാൻ ഇന്റർവെൻഷൻ നടത്തുന്ന സ്കൂളിൽ ഞാൻ അവിടെ ഒരു 8ാം ക്ലാസ് തുടങ്ങിയാണ് അവർക്ക് ചെന്ന് തുടങ്ങിയത്. 10th ആയി ആ കുട്ടികൾക്ക്. 9th വന്നപ്പോൾ അതിലൊരു കുട്ടിയെ ഞങ്ങള് ശ്രദ്ധിച്ചിരുന്നു. കാരണം നമുക്ക് സ്മോക്ക് ചെയ്യുന്നവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അവരുടെ ലിപ്സ്, അവരുടെ വിരലുകൾ ഒരുമാതിരി ശോഷിച്ചിരിക്കും. ഈ ഒരു ഭാഗം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. കാരണം ലങ്സ് അല്ലേ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നത്, സ്മോക്ക് ചെയ്യുമ്പോൾ ലങ്സിനല്ലേ കൂടുതൽ അഫക്ട് ചെയ്യുന്നത്. അവരിവിടെയൊക്കെ ഒരു മതിയായിട്ടിരിക്കും, അവരുടെ ഫേസിലും അതിനെ ഉണ്ടാവും, കണ്ണിലും. കണ്ടിന്യൂസ് സ്മോക്കിംഗ്, ചെയിൻ സ്മോക്കേഴ്സ് ഒക്കെ ആവും. അപ്പൊ നമ്മളൊരു കുട്ടിയെ മനസ്സിലാക്കിയിരുന്നു, ആ കുട്ടി സ്മോക്കും ചെയ്തിട്ടുണ്ട്, ഡ്രിങ്ക്സും യൂസ് ചെയ്തിട്ടുണ്ട്, സ്മോക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ഇവനെ നമ്മൾ 1-to-1 എന്നുള്ള രീതിയിൽ ഒറ്റയ്ക്ക് വിളിച്ച് നമ്മൾ പല രീതിയിലുള്ള ഇന്റർവെൻഷൻ നടത്തിയിരുന്നു. എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവന്റെ ജീവിത സാഹചര്യം വളരെ മോശമാണ്. അച്ഛൻ സൂയിസൈഡ് ചെയ്തു, അമ്മയും ഇവനും കൂടെ ഇവന്റെ അച്ഛന്റെ വലിയച്ഛന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ സ്വന്തമായിട്ട് വീട്ടില്ല. അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങൾ, അവിടെ കുറെ മെമ്പേഴ്സും ഉണ്ട്, വലിയച്ഛനും അവരുടെ ഫാമിലി, അവരുടെ മക്കൾ, അങ്ങനെ കുറെ മെമ്പേഴ്സും ഉണ്ട്. ഇവന് കൂട്ട് അവനേക്കാൾ പ്രായത്തിൽ മുതിർന്ന ആൾക്കാരുമായിട്ടാണ് കൂട്ട്. അപ്പൊ അവരുടെ ഹാബിറ്റ്സ് ഇവനിലേക്ക് വന്നു. അപ്പൊ 9th ആയി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഇവൻ ഓരോരുത്തരോട് എന്തെങ്കിലും ഇൻസൈറ്റ്, നിങ്ങൾ 9th ആയി, 9th പഠിക്കാൻ ധാരാളം ഉണ്ട്, 10th ഉണ്ട്, 10th വരുന്നതിന് മുന്നായിട്ടുള്ള ആ ഒരു കാലഘട്ടം കൂടിയാണല്ലോ, പഠനം മെച്ചപ്പെടുത്തേണ്ട ഒരു സമയം. അപ്പൊ ഓരോ കുട്ടികളോടും എന്താണ് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നത് ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചു. ഇവൻ എണീറ്റെന്ന് പറഞ്ഞത്, ഞാൻ സ്മോക്കിങ്ങും ആൽക്കഹോൾ യൂസും നിർത്തും എന്നാണ് പറഞ്ഞത്. ഇപ്പോഴും അവൻ പറയുന്നത് അവൻ ഉപയോഗിക്കാറില്ല. അവനായിട്ട് പറഞ്ഞത്, നമ്മളായിട്ട് അവനെ ഫോഴ്സ് ചെയ്യുകയൊന്നും ചെയ്തതല്ലോ. അപ്പൊ നമ്മൾ കറക്റ്റ് നമുക്ക് കുട്ടികളെ അത് മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും. അപ്പൊ അവന്റെ വീട്ടിൽ ശ്രദ്ധിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഈ ഒരു പ്രോഗ്രാമിലേക്ക് അവന്റെ സ്കൂളിലെ ടീച്ചർമാർക്ക് അറിയാം ഇവൻ പ്രശ്നക്കാരനാണ്, ഇവനെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രോഗ്രാമിലേക്ക് വരുന്നത്. പ്രോഗ്രാമിൽ വരുമ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലായിട്ടില്ല. പക്ഷെ
ഫസ്റ്റ് സെഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ സെഷൻ ഇവനോട് സംസാരിച്ച് മനസ്സിലായി ഇങ്ങനെ ഇതെല്ലാം യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുള്ളത്. പക്ഷെ നമ്മൾ അവനെ അകറ്റി നിർത്തിയില്ല, അവനെ ചേർത്ത് പിടിച്ചു. അവൻ നല്ല രീതിയിൽ തന്നെ പോകുന്നു, കുഴപ്പമില്ലാതെ. അതൊരു നല്ലൊരു റിസൾട്ട് ആയിരുന്നു. അപ്പൊ ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ നമ്മൾക്ക് ഇടപെടാൻ പറ്റുന്ന ഏരിയ വളരെ കൂടുതൽ തന്നെയാണ്. നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലി, റിച്ച് മീൻസ് മിഡിൽ ക്ലാസ് ആണ്, പക്ഷെ എന്നാലും അച്ഛനും അമ്മയ്ക്കും ഗവൺമെന്റ് ജോബാണ്. അമ്മ സെൻട്രൽ ഗവൺമെന്റും അച്ഛൻ സ്റ്റേറ്റ് ഗവൺമെന്റും ആണ്. അവർക്ക് ബുദ്ധിമുട്ടുകളില്ല, ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുകളില്ല. പക്ഷെ ഈ കുട്ടീനെ അപ്പൂപ്പൻ, അതായത് അമ്മയുടെ അച്ഛൻ സ്മോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ടത്തെ ലോക്കൽ ബീഡി ഇല്ലേ, അതാണ് യൂസ് ചെയ്യുന്നത്. ബീഡി വലിച്ചു കഴിഞ്ഞ് കുറ്റി ഉപേക്ഷിക്കുമല്ലോ, അവന് ഭയങ്കര കൗതുകമായിരുന്നു. അങ്ങനെ അവൻ ആ കുറ്റി എടുത്ത് വലിക്കാൻ തുടങ്ങി. പിന്നെ അവനങ്ങ് അഡിക്റ്റഡ് ആയിപ്പോയി. അത് വീട്ടിൽ ശ്രദ്ധിക്കാൻ അച്ഛനും അമ്മയ്ക്ക് സമയമില്ല, അവർ ജോലിക്ക് പോകുമല്ലോ, ശ്രദ്ധിക്കാൻ ആരും ഇല്ലാതെ ആയി പോയതിന്റെ ഒരു പ്രശ്നമാണ്. കറക്റ്റ് ആയിട്ട് ഇന്റർവെൻഷൻ നടത്താൻ വേറൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ആളും ഉണ്ടായില്ല. അപ്പൊ അങ്ങനെയും പല പല കേസസ് നടക്കും. പിന്നെ അവര് ഭീഷണിപ്പെടുത്തി, അങ്ങനെ വഴക്ക് പറഞ്ഞ് അങ്ങനെയൊക്കെ നിർത്തിച്ചു എന്നൊക്കെ പറയണു. ബട്ട് അറിയില്ല. ആൾ എഞ്ചിനീയറിംഗ് പഠിക്കുക, 7ാം ക്ലാസ്സിലോ മറ്റോ തുടങ്ങിയ ശീലം അവനങ്ങ് അഡിക്ഷൻ ആയിപ്പോയി. കുട്ടിയുടെ അമ്മ എന്നോട് പറയുമ്പോൾ ഭയങ്കരമായിട്ട് കരയുമായിരുന്നു. ഇവന്റെ അച്ഛൻ ഈ വക ദുശീലങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പം അച്ഛനെ കമ്പയർ ചെയ്ത മകനോട് സംസാരിക്കണേ, നിനക്ക് എന്നെ പോലെ ആയിക്കൂടെ, നിനക്ക് രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോയിക്കൂടെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ രാവിലെ 5:30 എണീറ്റ് അമ്പലത്തിൽ പോകുന്നത് മാസത്തിൽ ഒരിക്കലും കണ്ട് ഗുരുവായൂർ ഓണായിട്ടുള്ള ഒരാളാണ്. പക്ഷെ നമുക്ക് ഒരിക്കലും മക്കൾ അതുപോലെ ചെയ്യണമെന്ന് നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. അവര് നമ്മളെ ഫോളോ ചെയ്ത് നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവര് നമ്മളെ റോൾ മോഡലാക്കും. അച്ഛനും മോനും ഇപ്പോഴും ശത്രുവിനെ പോലെ തന്നെയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാന്നൊക്കെ ഈ കുട്ടിയുടെ അമ്മ ഒരു ദിവസം എന്നോട് കരഞ്ഞുകൊണ്ട് ഒരു ദിവസം ഇങ്ങനെ പറയുണ്ടായി. ഓക്കെ, എനിക്ക് അത്ര ഇടപെടാൻ പറ്റുന്നൊരു ഇതല്ലാത്തത് കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് സത്യം. പക്ഷെ കുട്ടിയുടെ അച്ഛനുമായിട്ട് എനിക്ക് നല്ല അടുത്ത പരിചയമുണ്ട്. അപ്പൊ ഈ കുട്ടിയുടെ അമ്മ എന്നോട് ഒന്ന് ആളോട് സംസാരിക്കൂ, ഞാൻ പറഞ്ഞിട്ട് വീട്ടിലാകെ ബഹളം എന്നല്ലാതെ വേറെ ഒന്നുമില്ല. അങ്ങനെ ഞാൻ കുട്ടിയുടെ അച്ഛനോട് സംസാരിച്ചു. ആള് പറഞ്ഞു ഞാനിനി ശ്രദ്ധിക്കാം, ഞാൻ അവനെ മനസ്സിലാക്കാൻ നോക്കാം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ എന്തായാലും എനിക്കറിയാം. ഓക്കെ ഫൈൻ. സോ നിങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്നിടത്ത് ഇടപെടൂ. ആരെയും എന്താ പറയാ മുഷിപ്പിച്ചിട്ടല്ല, നമ്മളുണ്ട് കൂടെ എന്തിനും എന്നുള്ള ഒരു ഉറപ്പ് അവർക്ക് കൊടുക്കുന്ന രീതിയിൽ വേണം ഇടപെടാൻ. നമ്മൾ ബ്ലെയിം ചെയ്യാനോ ജഡ്ജ് ചെയ്യാനോ ഒരിക്കലും പോകരുത് ആരെയും. നിങ്ങളാണ് പ്രശ്നം അങ്ങനെ എന്ന് പറഞ്ഞ് നമ്മൾക്ക് അതൊന്നും നമുക്ക് ആരും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ജഡ്ജ് ചെയ്യാം, നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യാം. ഞാൻ ചെയ്യുന്നത് ശരിയാണോ നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യാം. വേറൊരാളെ ജഡ്ജ് ചെയ്യാനായിട്ട് പോകാൻ നമ്മളാരാ? ഓക്കെ, സോ മറിയ മോണ്ടിസോറി അത് തന്നെയായിട്ട് പറയട്ടെ, സെൽഫ് അനലൈസ്, സെൽഫ് ക്രിട്ടിസൈസ്, സെൽഫ് ജഡ്ജ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. സൈൻ ഔട്ട് ഉണ്ടോ? അതും രുതിയാണ്. സെമിനാർ റിപ്പോർട്ട് എഴുതുമ്പോൾ നമ്മൾ സെമിനാർ പ്രസന്റ് ചെയ്ത രീതിയിലാണോ അതോ ഇനി പ്രസന്റ് ചെയ്യാൻ പോകുന്ന രീതിയിലാണോ എഴുതേണ്ടത് മിസ്സേ? ക്ലാസ് എടുത്ത രീതിയിലാണോ അതോ നമ്മൾ കണ്ടക്ട് ചെയ്ത സെമിനാർ റിപ്പോർട്ട്? സെമിനാർ റിപ്പോർട്ടിന് ഒരു ഫോമാറ്റ് ഉണ്ടാവില്ലേ? ലൈക്ക് ഇൻട്രൊഡക്ഷൻ, എന്താ പറയാ, ഇൻട്രൊഡക്ഷൻ, കണ്ടന്റ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടെന്തോ കൺക്ലൂഷൻ എന്നൊക്കെ പറഞ്ഞ കുറെ എന്തൊക്കെയോ കാര്യങ്ങളില്ലേ, അത് ചെയ്താൽ മതി. ഒബ്ജക്റ്റീവ് ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ മിസ് റിപ്പോർട്ട് എഴുതാനല്ലേ പറഞ്ഞത്? അപ്പൊ സെമിനാറിന്റെ സ്റ്റെപ്സ് വേണോ, റിപ്പോർട്ട് മാത്രമാണോ എഴുതേണ്ടത്? ഹെൽത്ത് ആൻഡ് ഹൈജീൻ നമ്മള് അംഗൻവാടിയിൽ ക്ലാസ് എടുത്തതിന്റെ ആ ഒരു റിപ്പോർട്ട് സെമിനാറിന്റെ സബ്മിറ്റ് ചെയ്യൊന്നും വേണ്ട. നിങ്ങൾക്ക് അതൊരു റിപ്പോർട്ടായിട്ട് സൂക്ഷിക്കാം. ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ടായിട്ട് വെക്കാം. അത് ഫോർ എവിടെയെങ്കിലും നമ്മളൊരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമ്മളെ അത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ടായിട്ട് തന്നെ വെക്കണം. കാരണം നമ്മൾ വളരെ കോൺഫിഡന്റ് ആണല്ലോ അതില്. അവര് എവിടെന്ന് ചോദിച്ചാലും നമുക്കത് മനസ്സിലാവും. അപ്പൊ അവർക്ക് അറിയാൻ പറ്റും എടുത്തതാണോ എടുത്തതല്ലേ എന്നുള്ളത് കറക്റ്റ് മനസ്സിലാവും. പിന്നെ ഫസ്റ്റ് എയ്ഡിന്റെ നമ്മൾ ഏതിലാണ് മിസ്? ആക്ടിവിറ്റി ബുക്കിലാണോ എഴുതേണ്ടത്? മതി ആക്ടിവിറ്റി. ഓക്കെ മാം. സെൽഫ് അനലൈസ്, സെൽഫ് ക്രിട്ടിസൈസ്, പിന്നെ എന്താ പോയിന്റ്? സെൽഫ് ജഡ്ജ്മെന്റ്. താങ്ക് യു മാം. ആദ്യമായിട്ട് ഹസ്നയുടെ ശബ്ദം കേട്ടു. വീഡിയോ മാത്രമേ ഞാൻ കാണാറുണ്ടായിരുന്നു.
ഇല്ല ചിരിച്ചു മിസ്, സെലിബ്രേഷൻസ് ഒക്കെ ഉള്ളപ്പോ ഹസ്ന ആയിരിക്കും മറ്റേ സ്പീച്ച് ഒക്കെ ചെയ്യാ. നന്നായിട്ട് ചെയ്യും മിസ്. ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒക്കെ സൂപ്പർ ആയിട്ട് ചെയ്തു. ഈ ഇരിക്കുന്ന ആളെയല്ല മിസ്, ഇത് ചെയ്യുമ്പോ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എവിടെയായിരുന്നു ഇത്രയും ഓണത്തിന്റെ കാലം? ചെയ്തായിരുന്നു. ഓക്കെ, രമ്യ അവിടെ ഒരു സംശയം ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഐറ്റംസിന്റെ ലിസ്റ്റ് എഴുതണം എന്ന് പറഞ്ഞിരുന്നല്ലോ, അത് ബോക്സിൽ തന്നെയാണോ വെക്കേണ്ടതെന്ന്. ബോക്സിൽ അങ്ങനെ ലിസ്റ്റ് വെച്ചാലും കുഴപ്പമില്ല. ലിസ്റ്റ് ബോക്സിൽ സ്റ്റിക്ക് ചെയ്യണോ? ചെയ്താൽ നന്നായിരിക്കും. പക്ഷെ ബോക്സ് അത്രയും വലിപ്പമുണ്ടോ? നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതി ലിസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ബോക്സിന്റെ ഇത്രേ പുറത്ത് ഉള്ളൂ മിസ്. സ്റ്റിക്ക് ചെയ്താൽ അത് അതിന്റെ പുറത്ത് എനിക്ക് തോന്നുന്നു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സെല്ലോ ടേപ്പ് ഒട്ടിക്കുവാണെങ്കിൽ നന്നായിരിക്കും. അല്ലെങ്കിൽ അത് മോശമാവും. അങ്ങനെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സെല്ലോ ടേപ്പ് ഒട്ടിക്കുന്നത് നന്നായിരിക്കും. അപ്പൊ അതൊക്കെ യുവർ ഐഡിയ. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു മിസ്. ഓക്കെ, ദെൻ സൈൻ ഔട്ട് ഉണ്ടോ? Thank you, Miss, for your valuable time. And thank you, my dear all friends. Once again, thank you, Miss. ഓക്കെ, ബൈ. താങ്ക് യു മിസ്. Thank you. Thank you, Miss. Thank you. Thank you, ma'am. Thank you, miss.